ഹായ് ഓൾ. ഇന്ന് നമ്മൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിൻ്റെ പ്രൊഫഷണൽ ആൻസർ ക്യൂ ഒക്കെ വന്നല്ലോ. സോ നമുക്കിന്ന് ആൻസർ ക്യൂ ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കണ്ടു എന്താണ് ഇതിന് മുന്നേ, അതിനൊരു വീക്ക് മുന്നേ നമുക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ എക്സാം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടു അതെന്ന് പറയുന്നത് വളരെ കമ്പയർ ടു ഈ ഇലക്ട്രോണിക്സ് എക്സാം വെച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെ സിമ്പിളായിരുന്നു അല്ലേ. സിമ്പിളായിരുന്നു, നമുക്ക് പെട്ടെന്ന് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. ചോദിക്കുന്ന എല്ലാവരും ഒരു 70+ അറ്റംപ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അത് മാക്സിമം ആൻസേഴ്സ് ശരി ആയിട്ടുമുണ്ട്. അതിൻ്റെ അപ്പം നമുക്ക് കട്ട് ഓഫ് ഏകദേശം ഒരു 70 റേഞ്ചിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ സിമ്പിളായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സിൽ വന്നപ്പോഴത്തേക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ. കുറച്ച് ഓപ്ഷൻസിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ചില ക്വസ്റ്റ്യൻസിനൊക്കെ രണ്ട് ആൻസേഴ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. ചില ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു കമ്പയർഡ് ടു ഈസി. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ അത്ര സിമ്പിൾ ആയിരുന്നില്ല. ഇത് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിലബസിൽ തന്നതുപോലെ തന്നെ ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്ക് ക്വസ്റ്റ്യൻ അങ്ങനെയൊന്നും ഇവിടെ കറക്റ്റായിട്ട് വന്നതുമില്ല അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ ടെലിവിഷൻ നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നതുമില്ല. സിലബസിൽ പറഞ്ഞിട്ടില്ലാത്ത ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. സോ ഇവിടെ അത്രയൊന്നും പോവില്ല, ഒരു 50 റേഞ്ചിലൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നുള്ളൂ. അത്രയൊക്കെ വരുള്ളായിരിക്കും, അറിഞ്ഞൂടാ. 50-60 റേഞ്ചിലൊക്കെ തോന്നുന്നുള്ളൂ. കാരണം കുറേ പേർക്കൊക്കെ നെഗറ്റീവ് അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡിലീറ്റ് ആവാനൊക്കെ ചാൻസ് ഉള്ളതായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ സെമി കണ്ടക്ടർ ഈസ് ഡിഫൈൻഡ് ആസ്. എന്താണ് ഡെഫിനിഷൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊബിലിറ്റി മ്യൂ എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ആണ് അല്ലേ. VD/E ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് VD = mu × E എന്നായിരിക്കും. ഇതിനകത്തുനിന്ന് മൊബിലിറ്റി = ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡെഫിനിഷനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ദ ആവറേജ് വെലോസിറ്റി അറ്റൈൻഡ് ബൈ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ, അതായത് ഇലക്ട്രോൺസ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ ഇവിടെ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ സെമി കണ്ടക്ടർ ഇസ് ഡിഫൈൻഡ് ആസ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. നെക്സ്റ്റ്, in an intrinsic semiconductor the free electron concentration depends on. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻ ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ ഫ്രീ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T⁻³ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അതായത് ടെമ്പറേച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. ടെമ്പറേച്ചർ ഓഫ് ദ സെമി കണ്ടക്ടർ എന്നുള്ളതാണ് ആൻസർ. PSCയുടെ ആൻസറും അത് തന്നെയാണ്. ഇപ്പോൾ വന്നിട്ടുള്ള പ്രൊഫഷണൽ ആൻസർക്ക് വെച്ചിട്ട് ആൻസർ അത് തന്നെയാണ്. നെക്സ്റ്റ്, തേർഡ് ക്വസ്റ്റ്യൻ. ഇത് കോഡ് നമ്പർ A ആണ്. A കോഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. സിലിക്കൺ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഫാബ്രിക്കേഷൻ ഓഫ് LEDs ബിക്കോസ്. അത് നമുക്കറിയാവുന്നത് തന്നെയാണ്. എന്താണ് സിലിക്കൺ എന്ന് പറയുന്നത്? ഒരു ഇൻഡയറക്റ്റ് ബാൻഡ് ക്യാപ്പ് മെറ്റീരിയൽ ആണ് അല്ലേ. പക്ഷെ LED ഫാബ്രിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം ഡയറക്റ്റ് ബാൻഡ് ക്യാപ്പ് മെറ്റീരിയൽ ആണ്. പക്ഷേ സിലിക്കൺ എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ബാൻഡ് ക്യാപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ സിലിക്കൺ നമ്മൾ യൂസ് ചെയ്യാത്തത് അതുകൊണ്ടാണ്. സിലിക്കൺ എന്ന് പറയുന്ന ഒരു ഇൻഡയറക്റ്റ് ബാൻഡ് ക്യാപ്പ് സെമി കണ്ടക്ടർ ആണ്. സോ നമുക്ക് LED മേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഫാബ്രിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽസ് ആണ് അല്ലേ. ഡയറക്റ്റും ഒക്കെ അറിയാമല്ലോ. ഇൻഡയറക്റ്റ് സെമി കണ്ടക്ടറിനകത്താവുമ്പോൾ ഹോൾസിൻ്റെ ഇലക്ട്രോൺസിൻ്റെ ഒക്കെ ഡിഫറെൻറ്റ് മൊമെൻ്റ് ആയിരിക്കും. സോ നമ്മളൊരു ഫോട്ടോണെ എമിറ്റ് ചെയ്തിട്ടൊക്കെയാണ് അത് കോമ്പൻസേറ്റ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്സിലാണെങ്കിൽ ആ പ്രശ്നമൊന്നും വരുന്നില്ല. സോ അതാണ് ഇവിടെ ആൻസർ. സിലിക്കൺ എന്ന് പറയുന്ന ഒരു ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ ആണ്. നമ്മൾ LED ഫാബ്രിക്കേഷന് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ B. ഫോർത്ത് ക്വസ്റ്റ്യൻ. റെസിസ്റ്റിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ. സെമി കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റി, ഇതും ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. PSCയുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. കാരിയർ മൊബിലിറ്റി എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇവിടെ കാരിയർ കോൺസെൻട്രേഷനും വരാൻ സാധ്യതയുണ്ടല്ലോ. PSCയുടെ ആൻസർ ഓപ്ഷൻ A ആണ്. റെസിസ്റ്റിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ കാരിയർ മൊബിലിറ്റി. അത് നമുക്കറിയാം. അതായത് കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ അറിയാം. N × Q × μ N എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ ഉണ്ട്. അതല്ലാതെ തന്നെ ഇക്വേഷൻസ് ഉണ്ട്. എന്താണ്? J/E × Q × μ E N +
ക്യൂ ഇൻറ്റു മ്യൂ എൻ പി ഇങ്ങനെയൊക്കെ ഇക്വേഷൻസ് ഉണ്ട് അല്ലേ. ഇവിടെ ക്യൂ എന്ന് പറയുന്നത് ചാർജാണ്, എൻ എന്ന് പറയുന്നത് കാരിയർ കോൺസെൻട്രേഷനാണ്, മ്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മൊബിലിറ്റിയാണ്. ഇത് കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷനാണ്. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 1/ρ ആണ്, റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലാണ്. സോ കണ്ടക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല, റെസിസ്റ്റിവിറ്റിയും ഡിപ്പെൻഡ് ചെയ്യും. സോ നമുക്ക് കാരിയർ കോൺസെൻട്രേഷനും വേണമെങ്കിൽ പറയാം, മൊബിലിറ്റിയും പറയാമല്ലോ ഈ ഇക്വേഷനൊക്കെ നോക്കുമ്പോൾ. ഇവിടെ നോക്കിയാലും ഇവിടെ എന്താണ് എന്നുണ്ട്, കാരിയർ കോൺസെൻട്രേഷനുണ്ട്, ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷനും ഉണ്ട്, ഹോളിൻ്റെ കോൺസെൻട്രേഷനും ഉണ്ട്. ക്യൂ എന്ന് പറയുമ്പോൾ ചാർജായി, ഇത് മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ, ഇവിടെ ഹോൾസ്. സോ പി എസ് സിയുടെ ആൻസറും കൂടുതൽ ചാൻസ് കാരിയർ മൊബിലിറ്റി തന്നെയാണ്. വേണമെങ്കിൽ കാരിയർ കോൺസെൻട്രേഷനിലേക്കും പോകാം. യെസ്, ഇവിടെ പി എസ് സിയുടെ ആൻസർ എന്തായാലും കാരിയർ മൊബിലിറ്റി തന്നെയാണ് കേട്ടോ. 5th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ ഡിഫ്യൂഷൻ ലെങ്ത് ഓഫ് എ കാരിയർ ഡിപ്പെൻഡ്സ് ഓൺ. The diffusion length of a carrier depends on. Diffusion length എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മൊബിലിറ്റി ആൻഡ് ലൈഫ് ടൈം. മൊബിലിറ്റി ആൻഡ് ലൈഫ് ടൈം ഓഫ് ലൈഫ് ടൈം എന്നുള്ളത് നമുക്ക് കിട്ടും. എന്താണ് ഡിഫ്യൂഷൻ ലെങ്ത് ഓഫ് കാരിയർ? ഡിഫ്യൂഷൻ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഡി ഇൻറ്റു മ്യൂ ആണ് അല്ലേ. ഡി ഇൻറ്റു മ്യൂ ആണ്, അല്ലെങ്കിൽ റോ എന്നൊക്കെ പറയാം. ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫ്യൂഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഡി എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ കോൺസ്റ്റൻ്റ് ആണ്. റോ എന്ന് പറയുന്നത് കാരിയറിൻ്റെ ലൈഫ് ടൈം ആണ്. സോ അതെന്തായാലും വരും, ലൈഫ് ടൈം ഓഫ് കാരിയർ എന്തായാലും വരും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മൊബിലിറ്റി കൂടെ വരുമോ എന്നുള്ളതാണ്. ലൈഫ് ടൈമിനെയും ഡിഫ്യൂഷൻ കോൺസ്റ്റൻറ്റിനെയുമാണ് ഡിഫ്യൂഷൻ ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഡി ഇൻറ്റു മ്യൂ ആണ്. സോ ലൈഫ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. സോ ഓപ്ഷൻ ബി ആകാം, ഓപ്ഷൻ സിയും ആകാം. സിക്കകത്ത് മൊബിലിറ്റിയും കിടപ്പുണ്ട്. അപ്പം നമുക്ക് നോക്കാം. പിന്നെ ഒരാളെന്ന് പറയുന്നത് ഡിഫ്യൂഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഡിഫ്യൂഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ കോൺസ്റ്റൻ്റ് റേഷ്യോ നമുക്കറിയാം, dn/dp എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ μn/μp ആണ്. അതായത് ഒന്നുമില്ല, ഡിഫ്യൂഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ മൊബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്? ലൈഫ് ടൈം, കാരിയർ ലൈഫ് ടൈമിനെയും മൊബിലിറ്റിയെയും നമ്മുടെ ഡിഫ്യൂഷൻ ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ സി, ദ മൊബിലിറ്റി ആൻഡ് ലൈഫ് ടൈം ഓഫ് ദ കാരിയർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 6th question, in an n-type semiconductor, as the temperature increases, the Fermi level, അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ. n-type ആയാലും ശരി, p-type ആയാലും ശരി, സെമി കണ്ടക്ടറിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫെർമി ലെവൽ എന്ന് പറയുന്നത് ഫോർബിഡൻ എനർജി ഗ്യാപ്പിൻ്റെ മിഡിലേക്കാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. മൂവ് ടുവേർഡ്സ് മിഡിൽ ഓഫ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് 7th question നോക്കുകയാണെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ ഇൻ എ പി എൻ ജംഗ്ഷൻ ഈസ് കോസ്ഡ് ബൈ ബാരിയർ. പി എൻ ജംഗ്ഷനകത്ത് ബാരിയർ പൊട്ടൻഷ്യൽ, ഇവിടെ അല്ലേ ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടാകാനുള്ള അതിനുള്ള കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. തെർമലി ജനറേറ്റഡ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് കാരണമാണോ? അതായത് തെർമലി ജനറേറ്റഡ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി കാരിയേഴ്സ് ആണ് അല്ലേ. ഡിഫ്യൂഷൻ ഓഫ് മെജോറിറ്റി കാരിയേഴ്സ് അക്രോസ് ദി ജംഗ്ഷൻ ആണോ? മൈഗ്രേഷൻ ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ് അക്രോസ് ദി ജംഗ്ഷൻ ആണോ? ഫ്ലോ ഓഫ് ഡ്രിഫ്റ്റ് കറണ്ട് ആണ്. എന്താണ് കാര്യം? ഈ പി ടൈപ്പിൽ നിന്നുള്ള മെജോറിറ്റി കാരിയറും എൻ ടൈപ്പിൽ നിന്നുള്ള മെജോറിറ്റി കാരിയറും കൂടെ ഇവിടെ വരുന്നത് കൊണ്ടാണ് അല്ലേ, അവരുടെ ഫ്ലോ കാരണമാണ്. സോ ഡിഫ്യൂഷൻ ഓഫ് മെജോറിറ്റി കാരിയേഴ്സ് അക്രോസ് ദി ജംഗ്ഷൻ കാരണമാണ് നമുക്കിവിടെ എന്താണ് ഉണ്ടാകുന്നത്? ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടാവാൻ കാരണം അല്ലേ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ. സോ 8th question, the change in barrier potential of a silicon PN junction with temperature. നമുക്കറിയാവുന്നത് തന്നെയാണ്. എത്രയാണ് ചേഞ്ച് ഇൻ ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് എ സിലിക്കൺ പി എൻ ജംഗ്ഷൻ വിത്ത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2.5 മില്ലി വോൾട്ട് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വോൾട്ടിലാണ് തന്നിരിക്കുന്നത്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി ആണോ എന്ന് കറക്റ്റായിട്ട് നോക്കിയാൽ മതി. 2.5 മില്ലി വോൾട്ട് എന്ന് പറഞ്ഞാൽ 2.5 × 10⁻³ അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് 3 പ്ലേസ് ഇവിടെ മാറ്റിയിട്ട് പോയിന്റ് ഇടണം. ദാറ്റ് മീൻസ് 0.0025 വോൾട്ട് എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതുപോലെ നമ്മൾ പഠിച്ച വാല്യൂ 2.5 മില്ലി വോൾട്ട് എന്നാണ് നമ്മൾ നോർമലി പഠിക്കുന്നത്. സോ മില്ലി വോൾട്ടിനെ വോൾട്ടിലേക്ക് ആക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് 10⁻³ ആണോ 10⁻² ആണോ എന്ന് അറിഞ്ഞില്ലെങ്കിൽ ഓപ്ഷൻ എ ആണോ ബി ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരും, അത്രേ ഉള്ളൂ. ദെൻ question 9 നോക്കുകയാണെങ്കിൽ കൺസിഡർ എ PN ജംഗ്ഷൻ in which the p side is 10 times more heavily doped than n side. ഓക്കെ, ഒരു പി എൻ ജംഗ്ഷൻ ഉണ്ട്. ഇവിടെ പി എന്ന് പറയുന്നതാണ് ഹെവിലി ഡോപ്ഡ്, എൻ എന്ന് പറയുന്നത് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. 10 times ഹെവിലി ഡോപ്ഡ് ആണ് പി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഹെവിലി ഡോപ്ഡ്. നോക്കാം. അപ്പം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിപ്ലീഷൻ റീജിയൻ വുഡ് എക്സ്റ്റെൻഡ് ടുവേർഡ്സ് ഡിപ്ലീഷൻ റീജിയൻ പി സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമോ എൻ സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമോ എങ്ങനെയാണെന്നാണ്
ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഡിഫ്യൂഷൻ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ലൈറ്റ്ലി ഡോപ്ഡ് റീജിയനിലേക്കാണ് എന്താണ് മൂവ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അല്ലേ. അതായത് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ലൈറ്റ്ലി ഡോപ്ഡ് റീജിയനിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് ലൈറ്റ്ലി ഡോപ്ഡ് റീജിയനിലേക്കാണ് എപ്പോഴും എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. നമ്മൾ ബേസ് ലൈറ്റ് ആക്കി വെക്കുന്നു, ബേസിലേക്ക് പോകുന്നു എന്നൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. സോ ഇവിടെ ഹെവിലി ഡോപ്ഡ് എന്ന് പറയുന്നത് പി സൈഡാണ്, ലൈറ്റ്ലി ഡോപ്ഡ് എന്ന് പറയുന്നത് എൻ സൈഡാണ്. സോ എൻ സൈഡിൻ്റെ സൈഡിലേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഡിപ്ലീഷൻ റീജിയൻ. ലൈറ്റ്ലി ഡോപ്ഡ് ആയിട്ടുള്ള എൻ സൈഡിൻ്റെ സൈഡിലേക്കാണ് കൂടുതലും എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. പി സൈഡിലേക്ക് കുറച്ച് മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 10th question, നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് എക്സിബിറ്റഡ് ബൈ. അത് നമുക്ക് വി ഐ ക്യാര പഠിക്കുമ്പം തന്നെ അറിയാം. ഇതിൻ്റെയാണ് സെനറിൻ്റെ ആണോ, ഷോർട്ട് കെയുടെ ആണോ, ഫോട്ടോ ഡയോഡ് ആണോ, ടണൽ ഡയോഡ് ആണോ ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നത്? അത് ടണൽ ഡയോഡാണ്. ടണൽ ഡയോഡിൻ്റെ വി ഐ ക്യാര നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെയാണിത്? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയല്ലേ പോകുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് ഒരു പീക്കാണ് അല്ലേ, പീക്ക് വോൾട്ടേജ് ആണ്. ഇത് വി പി, ഇതെന്ന് പറയുന്നത് ഇവിടെ ഐ പി വരും. ഇതെന്ന് പറയുന്നത് വാലി പോയിന്റ് ആണ് അല്ലേ, വി വി ഐ വി അല്ലേ. ഈ റീജിയൻ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ റീജിയൻ, ഇത്രയും പോർഷൻസ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണ്. ഇത് ഏതിൻ്റെ കേസിലാണ്? ടണൽ ഡയോഡിൻ്റെ കേസിലാണ്. ഓക്കെ, അതായത് ഒരു എന്താണ് ഫോർവേഡ് ബയാസ് ക്യാരക്ടറിസ്റ്റിൽ അതൊരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ കാണിക്കുന്നുണ്ട്. അത് ടണൽ ഡയോഡാണ്. ഓക്കെ, നെക്സ്റ്റ് 11th question. The Zener breakdown voltage dash as temperature is increased. Zener breakdown voltage decrease ചെയ്യുകയാണോ ഇൻക്രീസ് ചെയ്യുകയാണോ അതോ റിമെയിൻസ് കോൺസ്റ്റന്റ് ആണോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സെനർ ബ്രേക്ക്ഡൗൺ വോൾട്ടേജ് കുറയുവോ കൂടുവോ അതോ കോൺസ്റ്റന്റ് ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബാൻഡ് ഗ്യാപ്പ് അല്ലേ, ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു. ബാൻഡ് ഗ്യാപ്പ് ഡിക്രീസ് ചെയ്യുന്നു. ബാൻഡ് ഗ്യാപ്പ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ബാൻഡ് ഗ്യാപ്പ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്ത് സംഭവിക്കുന്നു? ഡിക്രീസ് ചെയ്യുന്നു അല്ലേ. സോ സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡിക്രീസസ് ആസ് ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസസ് എന്നുള്ളതാണ്. യെസ്, അപ്പോൾ ഓപ്ഷൻ എന്താണ്? എ ആണ് ഇവിടെ ആൻസർ. 12th question. വരാക്ടർ ഡയോഡ്സ് ആർ യൂസ്ഡ് ഇൻ. വരാക്ടർ ഡയോഡ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് എൽ സി ട്യൂണിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ എ പോയി മാർക്ക് ചെയ്യരുത്. താഴത്തേത് നോക്കിക്കേ, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആംപ്ലിഫയേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, പാരാമെട്രിക് ആംപ്ലിഫയേഴ്സിലും യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ്. മെയിനായിട്ട് നമ്മൾ ട്യൂണിങ് ഓഫ് എൽ സി സർക്യൂട്ട് എന്നാണ് പറയുന്നതെങ്കിലും ഇവിടെ ഓൾ ഓഫ് ദി എബോ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 13th question. ഒരു ടണൽ ഡയോഡിൽ ടണൽ ഡയോഡ് ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ്റെ ഓർഡർ. ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ ഈസ് ഓഫ് ദ ഓർഡർ ഓഫ്. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുന്നതാണ് അല്ലേ. ടണൽ ഡയോഡ് എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ് ആണ് അല്ലേ. ടണൽ ഡയോഡ് ഹെവിലി ഡോപ്ഡ് ആണ്. ഹെവിലി ഡോപ്ഡിൻ്റെ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1 × 10⁻³ ആണ് അല്ലേ. 1 × 10⁻³ ആണ്. 1 × 10⁵ എന്ന് പറയുമ്പോൾ മീഡിയം ആവും. 1 × 10⁵ എന്ന് പറയുമ്പോൾ മീഡിയം ആവും. പിന്നെ 1 × 10⁸ ഒക്കെ ഉണ്ട്, എന്താണ്? മോഡറേറ്റ് ഡോപ്പിംഗ്. ഹൈ ആണ്. ഇതാണ് ഹൈ അല്ലെങ്കിൽ ഹെവിലി ഡോപ്ഡ് കേസിൽ, അതായത് ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇൻ ഓർഡർ ഓഫ് 1 × 10⁻³ അല്ലെങ്കിൽ 1:10⁻³ ഫോമിലായിരിക്കും. അത് ഹെവിലി ഡോപ്ഡ് ആണ് ടണൽ ഡയോഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 1 × 10⁻³. Then 14th question. The ripple factor of power supply is a measure of. ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരാം. അതിൻ്റെ ഫിൽട്ടർ എഫിഷ്യൻസി അല്ലേ പ്യൂരിറ്റി ഓഫ് പവർ ഔട്ട്പുട്ട്, ഇത് രണ്ടും വരാം. പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് ഇത് ഓൾറെഡി എന്താണ് നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു PYQ തന്നെയാണ്. നമ്മുടെ ഇലക്ട്രോണിക്സിൻ്റെ ആണെന്ന് അറിഞ്ഞൂടാ, എന്തായാലും PYQ തന്നെയാണ്. അവിടെയും ആൻസർ എന്ത് തന്നെയായിരുന്നു? പ്യൂരിറ്റി ഓഫ് പവർ ഔട്ട്പുട്ട്. അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ദ റിപ്പിൾ ഫാക്ടർ ഓഫ് പവർ സപ്ലൈ ഇസ് എ മെഷർ ഓഫ് പ്യൂരിറ്റി ഓഫ് പവർ ഔട്ട്പുട്ട് ആണ്. ഈ ക്വസ്റ്റ്യനകത്ത് ഫിൽട്ടർ എഫിഷ്യൻസിയും എന്താണ് ഒരു ആൻസർ ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല PSC അത് ക്യാൻസൽ ചെയ്യുമെന്ന്. പ്യൂരിറ്റി ഓഫ് പവർ ഔട്ട്പുട്ട് തന്നെ ആകാം. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ആൻസർ കീ വന്നിരിക്കുന്നതും. അത് തന്നെ ആകാനാണ്, അങ്ങനെയാണ് പറയുന്നത്. പ്യൂരിറ്റി ഓഫ് പവർ ഔട്ട്പുട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ റിപ്പിൾ ഫാക്ടർ ഓഫ് എ പവർ സപ്ലൈ ഇസ് എ മെഷർ ഓഫ് പ്യൂരിറ്റി ഓഫ് പവർ ഔട്ട്പുട്ട്, അങ്ങനെയാണ് പറയുന്നത്. റിപ്പിൾ ഫാക്ടർ ഇസ് എ മെഷർ ഓഫ്
എന്താണ് ദ പ്യൂരിറ്റി ഓഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ദ ക്വാളിറ്റി ഓഫ് പവർ സപ്ലൈ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാനൊന്നും ചാൻസ് ഇല്ല. ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ. നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫുൾ വേവ് എന്ന് പറയുന്നത് സെൻറ്റർ ടാപ്പഡും ഉണ്ട് ബ്രിഡ്ജും ഉണ്ട് അല്ലേ. സെൻറ്റർ ടാപ്പഡും ഉണ്ട് ബ്രിഡ്ജും ഉണ്ട്. സെൻറ്റർ ടാപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ 0.693 ആണ്. ബ്രിഡ്ജിൽ വരുമ്പോൾ അത് എത്രയാണ്? 0.812 ആണ്. ഇപ്പോൾ ഇവിടെ 482 അല്ല 693 ഉണ്ട്. ഇവിടെ ഏതാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ 693 ഉണ്ട്, 812 ഇല്ലല്ലോ. ഇത് 821 ആണ്, 812 അല്ല. സോ ഇവിടെ നമുക്ക് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബിയിലേക്ക് തന്നെ പോകാം. വേറെ ഒന്നും ഇല്ല. ഏതായാലും ഫുൾ വേവ് തന്നെയാണ്, സെൻറ്റർ ടാപ്പിൻ്റെ ആണ് തന്നിട്ടുള്ളത്. 0.693 എന്നുള്ളതാണ് ആൻസർ. അതെ, ഓപ്ഷൻ ബി. 16th ക്വസ്റ്റ്യൻ, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് ഈച്ച് ഡയോഡ് ഇൻ എ ബ്രിഡ്ജ് റെക്ടിഫയർ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് ഈച്ച് ഡയോഡ് ഇൻ എ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത് VM ആണ് അല്ലേ. VM ആണ് മാക്സിമം വോൾട്ടേജ് ആണ്, VM ആണ്. Then 17th question, for the capacitor filter under no load condition the ripple എന്താണെന്നാണ്. മാക്സിമം ആണോ, 0 ആണോ, 1 ആണോ, അതോ ഇതൊന്നും അല്ലേ വേറെ എന്തെങ്കിലും വാല്യൂ ആണോ എന്നുള്ളതാണ്. ഫോർ എന്തായാലും നമുക്കറിയാം, ഇക്വേഷൻ കറക്റ്റായിട്ട് അറിഞ്ഞില്ലെങ്കിലും നമുക്കറിയാം 1/f RL അല്ലേ. ഏതാണ് ഇക്വേഷൻ? 1/2 √3 FC ഇൻറ്റു ലോഡ് റെസിസ്റ്റർ ആണ് അല്ലേ കപ്പാസിറ്റർ ഫിൽറ്ററിൻ്റെ. അപ്പോൾ ഇവിടെ നോ ലോഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോ ലോഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ RL ലോഡ് എന്ന് പറയുന്നത്, നോ ലോഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഓപ്പൺ കണ്ടീഷനാണ് അല്ലേ. ഓപ്പൺ കണ്ടീഷനാണ്. ഇവിടെ എങ്ങനെയായിരിക്കും? ലോഡ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഹൈ വാല്യൂ ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്ന് പറയാം. വാല്യൂ ഹൈ ആണ് നോ ലോഡ് കണ്ടീഷനിൽ. സോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ 1/∞ നമുക്കറിയാം എന്താണ്? 0 ആണ്. സോ ഇതെന്തായിട്ട് വരും? ഓപ്ഷൻ ബി ആൻസർ എന്താണ്? 0 എന്നാണ് വരുന്നത്. സോ അതും കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നോ ലോഡ് മീൻസ് ഓപ്പൺ കണ്ടീഷനാണ്. RL ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വെരി ഹൈ ആയിരിക്കും, ഇൻഫിനിറ്റി. സോ 1/∞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 0, അല്ലെങ്കിൽ ഒരു വളരെ ചെറിയൊരു വാല്യൂ ആണ് വരുന്നത്. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. 18th ക്വസ്റ്റ്യൻ ഒരു ചെറിയ സിമ്പിൾ പ്രോബ്ലം ആണ്. ഇൻ ദ ഡയോഡ് വോൾട്ട് ആംപിയർ ക്യാരക്ടറിസ്റ്റിക്സ് വാട്ട് വിൽ ബി ദ റെസിസ്റ്റൻസ് ഇഫ് എ സ്ലോപ്പ് ഈസ് ഡ്രോൺ ബിറ്റ്വീൻ ദ വോൾട്ടേജസ് 50 to 100 ആൻഡ് കറസ്പോണ്ടിങ് കറണ്ട് 5 to 10. അപ്പോൾ നമുക്കറിയാം VI ക്യാര വരച്ചിട്ട് അതിൻ്റെ സ്ലോപ്പ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്, V/I ആണല്ലോ. സോ ഇവിടെ ഗ്രാഫ് വരയ്ക്കുന്നു. ഇവിടെയാണ് V, ഇവിടെയാണ് I എന്ന് പറയുന്നത്. സോ നമ്മുടെ വോൾട്ടേജിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 50 to 100 ആണ്. കറസ്പോണ്ടിങ് കറണ്ടിൻ്റെ വാല്യൂസും തന്നിട്ടുണ്ട് 5 to 10 ആണ്. സോ നമ്മൾ സ്ലോപ്പ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ്? അത് ΔV/ΔI നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ് അല്ലേ. സോ ΔV എന്ന് പറഞ്ഞാൽ 100 - 50 ആയി. ΔI ചേഞ്ച് ഇൻ കറണ്ട് എന്ന് പറഞ്ഞാൽ 10 - 5 എന്ന് പറഞ്ഞാൽ 5 ആയി. 50/5 ആൻസർ എത്രയാണ്? 10 Ω അല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. 19th ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻസ് ചിലതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് അല്ലേ, വേഗത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ചിലതെന്ന് പറയുന്നത് ഓപ്ഷൻ കൺഫ്യൂസിങ് ആണ്. അപ്പോൾ നമ്മൾ അത് ആലോചിച്ചുകൊണ്ടിരുന്ന് നമ്മുടെ ബാക്കിയുള്ള ക്വസ്റ്റ്യന് സമയം പോയി, അല്ലെങ്കിൽ ആ ഒരു മൂഡിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് അടിക്കും. അതാണ് പ്രശ്നം വരുന്നത്. In a Zener regulator, the change in load current produces change in Zener regulatorൽ ലോഡ് കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് ചേഞ്ച് ആവുന്നത്? സോ ഇവിടെ ഓപ്ഷൻ എ സെനർ വോൾട്ടേജ്, ഓപ്ഷൻ ബി സെനർ കറണ്ട്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദ എബോ. എന്തായാലും സെനർ വോൾട്ടേജ് അല്ല. സെനർ റെഗുലേറ്റർ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ സെനർ വോൾട്ടേജ് വരത്തില്ല, അതുകൊണ്ട് അതിന് ഓപ്ഷൻ സിയും വരത്തില്ല. പിന്നെ നൺ ഓഫ് ദീസ് എന്ന് പറയുന്നത്, അപ്പം അത്രയും അറിയാമെങ്കിൽ തന്നെ നമുക്ക് എന്താണ് ഓപ്ഷൻ ബി സെനർ കറണ്ടിലേക്ക് പോകാം. ഇക്വേഷൻ ഒന്നും അറിയത്തില്ലെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ സെനർ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ സർക്യൂട്ടൊക്കെ അറിയാമല്ലോ. സർക്യൂട്ടൊക്കെ വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നു VS അല്ലെങ്കിൽ VIN. നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് IS ആണ്. ഇവിടെ എന്താണ് ലോഡ് കറണ്ട് വരുന്നുണ്ട് IL. ഇവിടെ വേണമെങ്കിൽ ഒരു ലോഡ് റെസിസ്റ്റർ വെക്കാം അല്ലേ, RL നമുക്ക് വെക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? V ഔട്ട്പുട്ടാണ്. യെസ്.
ഇത് സെനർ കറണ്ട് IZ ഇതുവഴി പോകുന്നുണ്ട്. സോ IS എന്ന് പറയുന്നത് IS is equal to IZ പ്ലസ് IL ആണ് അല്ലേ. ILും IZും ILും കൂടെ ആഡ് ചെയ്യുന്നതാണ് ഈ IS എന്ന് പറയുന്നത്. ഒന്നിങ്ങോട്ട് പോകുന്നു, ഒന്നിങ്ങോട്ട് പോകുന്നു. യെസ്. സോ നമുക്ക് എന്താണെന്നറിയാം, ഈ IS എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഇൻ അല്ലെങ്കിൽ VS മൈനസ് VZ ഡിവൈഡഡ് ബൈ RS ആണ് അല്ലെ, റെസിസ്റ്റൻസ് ആണ് RS. is equal to IZ പ്ലസ് IL അല്ലേ. സെനർ വോൾട്ടേജ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, ലോഡ് കറണ്ട് കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് സെനർ കറണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു കോൺസ്റ്റന്റ് IS, ഇത് കോൺസ്റ്റന്റ് ആണല്ലോ, IS എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് ഇവിടെ IZ കൂടുകയാണെങ്കിൽ IL കുറയണം, നല്ല IS കോൺസ്റ്റന്റ് ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ. അതേസമയം IZ കൂടുകയാണെങ്കിൽ IL എന്ന് പറയുന്നത് IZ കുറയുകയാണെങ്കിൽ IL എന്ന് പറയുന്നത് കൂടണം. ഒന്നൊന്നിനെ നോമിനേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് IS കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നത്. സോ ഇവിടെ ചേഞ്ച് ഇൻ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് ചേഞ്ച് ആവുന്നത്? സെനർ കറണ്ട് ആണ് ചേഞ്ച് ആവുന്നത്. എന്തിനു വേണ്ടിയിട്ട്? IS കോൺസ്റ്റന്റ് ആയിട്ട് വെക്കാൻ, ഫോർ കോൺസ്റ്റന്റ് IS. ഓക്കെ, സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സെനർ കറണ്ട് IZ എന്നുള്ളതാണ് ആൻസർ. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഒരു ഫിൽറ്ററിൽ അല്ലേ, ഫോർ എ ഫിൽറ്റർ നോ ലോഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് 300 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്, ആൻഡ് ഫുൾ ലോഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് 280 വോൾട്ട്, ദ റെഗുലേഷൻ ഓഫ് ദ സർക്യൂട്ട് അല്ലേ. നമുക്കറിയാവുന്നത് തന്നെയാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. റെഗുലേഷൻ്റെ ഇക്വേഷൻ എന്താണ്? പെർസെൻറ്റേജ് റെഗുലേഷൻ ഈസ് ഈക്വൽ ടു നോ ലോഡ് കണ്ടീഷൻ മൈനസ് ഫുൾ ലോഡ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ നോ ലോഡാണ് അല്ലേ, ഇൻറ്റു 100. സോ ഇവിടെ നോ ലോഡ് എന്ന് തന്നിട്ടുണ്ട്, എത്രയാണ്? 300 ആണ്. ഫുൾ ലോഡ് 280 ആണ്, ഡിവൈഡഡ് ബൈ നോ ലോഡ് ഇൻറ്റു 100. ദാറ്റ് മീൻസ് 20 ഡിവൈഡഡ് ബൈ 280 ഇൻറ്റു 100 വരും. ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 7.1% എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, എ സീരീസ് LCR സർക്യൂട്ട് ഈസ് റെസണന്റ് അറ്റ് 150 kHz. ഇപ്പോൾ റെസണൻസ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 150 kHz. ആൻഡ് ക്യൂ തന്നിട്ടുണ്ട് 50 ആണ്. അപ്പോൾ നമുക്ക് ക്യൂവും FRും വെച്ച് ബാൻഡ് വിഡ്ത്ത് അറിയാം. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻസ് നമ്മുടെ ECയിലും ഉണ്ടായിരുന്നില്ലേ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ECയിലും ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ, അതായത് FRും ക്യൂവും ബാൻഡ് വിഡ്ത്ത് റിലേറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ. സോ ഇവിടെ നമുക്ക് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് FR ഡിവൈഡഡ് ബൈ ക്യൂ എത്ര കിട്ടും? 150/50 3 എന്ന് കിട്ടും. ബാൻഡ് വിഡ്ത്ത് 3 എന്ന് കിട്ടും നമുക്ക് ഇവിടെ, 3 kHz എന്ന് കിട്ടും. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബാൻഡ് വിഡ്ത്ത് അല്ല, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലോവസ്റ്റ് ഹാഫ് പവർ ഫ്രീക്വൻസി ആണ് അല്ലെ. F1 F2 എന്ന് എഴുതും, അല്ലെങ്കിൽ FL FH എന്ന് എഴുതും. അതിൽ FL ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം എന്താണ് ഇത്, ഇവിടെ F1 അല്ലെങ്കിൽ ഇതെന്താണ് FL FH. അപ്പോൾ ഇവിടെ റെസണൻസ് ഫ്രീക്വൻസി FR എന്ന് പറയുന്നത് 150 ആണ്. ബാൻഡ് വിഡ്ത്ത് ഇത് മൊത്തം 3 ആണ്, 3 kHz ആണ്. ഇത് 150 kHz ആണ്. സോ ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ 150 ആയിരിക്കും, ഇത് 150 ആയിരിക്കും അല്ലേ. സോ FL ആണെങ്കിൽ 150യിൽ നിന്ന് 1.5 കുറയ്ക്കണം. 150 മൈനസ് 1.5 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് FL, അല്ലെങ്കിൽ ലോവസ്റ്റ് ഹാഫ് പവർ ഫ്രീക്വൻസി. FH ആയിരുന്നു ചോദിച്ചിരിക്കുന്നെങ്കിൽ 150 പ്ലസ് 1.5 ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ നമുക്ക് FL ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ, F1 ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ ആൻസർ 150 മൈനസ് 1.5 ആണ്. കറക്റ്റായിട്ട് മൈനസ് ചെയ്യണം. 147 അല്ല, 148.5 kHz എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി. 22, എ 220 വോൾട്ട് DC motor has an armature resistance of 0.5 ohm and full load armature current 20 ampere. Then the back EMF induced എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും എന്താണ്? ഇക്വേഷൻ നമുക്കറിയാം, EB is equal to V minus IARA. സോ ഇവിടെ V എന്ന് പറയുന്നത് 220 വോൾട്ട് മോട്ടറാണ്, 220 തന്നിട്ടുണ്ട്. IA ആർമേച്ചർ കറണ്ട് 20 ആണ്. ആർമേച്ചർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.5 ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിനകത്തുനിന്ന് നമുക്ക് ബാക്ക് EMF EB കണ്ടുപിടിക്കാം. 220 മൈനസ് 20 ഇൻറ്റു 0.5 എന്ന് പറയുമ്പോൾ 10 ആയി. 220 മൈനസ് 10 210 വോൾട്ട്. അപ്പോൾ ഇക്വേഷൻ ഓർമ്മ ഉണ്ടാകണം, ഇത് മൈനസും പ്ലസും ഒന്നും ആയിട്ട് പോകരുത്, മൈനസ് പ്ലസ് ആയി ഒന്നും പോകരുത്. EB is equal to V minus IR. So 23, transformers are rated in KVA because they are working with, ഇത് നമ്മൾ കാണാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്, സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്ഫോമേഴ്സ് കിലോ വോൾട്ട് ആംബിയർ, കിലോ വാട്ടിന് പകരം കിലോ വോൾട്ട് ആംബിയറിലാണ് നമ്മളതിനെ റേറ്റ് ചെയ്യുന്നത്. യെസ്, അതിന് കാരണം എന്താണ്? ബിക്കോസ് വേരിയിങ് പവർ ഫാക്ടറിലാണത്
വർക്ക് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് വേരിയിങ് പവർ ഫാക്ടർ. ഇതൊരു PVSC ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ളതാണ്. ബിക്കോസ് ദേ ആർ വർക്കിംഗ് വിത്ത് വേരിയിങ് പവർ ഫാക്ടർ. 24th question, in slip ring induction motor which type of speed control is used? അവിടെ യൂസ് ചെയ്യുന്ന സ്പീഡ് കൺട്രോൾ എന്ന് പറയുന്നത് റോട്ടർ റിയോസ്റ്റാറ്റ് ആണ്. റോട്ടർ റിയോസ്റ്റാറ്റ്. 25th question വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെ. സൂപ്പർ പൊസിഷൻ തിയറം ക്യാൻ ബി ആപ്ലിക്കബിൾ ഓൺലി ടു സർക്യൂട്ട്സ് ഹാവിംഗ്, നമുക്കറിയാം ലീനിയർ സർക്യൂട്ട്സിലാണ് സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ലീനിയർ, അത് തന്നെ ലീനിയർ ബൈലാറ്ററൽ എലമെന്റ്സ് ഉള്ള സിസ്റ്റത്തിലാണ്. സൂപ്പർ പൊസിഷൻ തിയറം ക്യാൻ ബി ആപ്ലിക്കബിൾ ഓൺലി ടു സർക്യൂട്ട്സ് ഹാവിംഗ് ലീനിയർ ബൈലാറ്ററൽ എലമെന്റ്സ്. ഓപ്ഷൻ സി. നെക്സ്റ്റ് 26th ക്വസ്റ്റ്യൻ. ഇതൊരു ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് VEE ഇൻ UJT. ഇവിടെ കുറച്ച് ഡേറ്റാസ് തന്നിട്ടുള്ളൂ. നമുക്കിത് കുറച്ചൊന്ന് ആലോചിച്ച് കാര്യം കറക്റ്റായിട്ട് അറിയാമെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനുമാണ് കേട്ടോ. സോ ഇവിടെ PSCയുടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് 12 volt ആണ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് VEE ഇൻ UJT വിച്ച് കോസസ് ദ UJT ടു ടേൺ ഓഫ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ RE 1 kilo ohm തന്നിട്ടുണ്ട്. പിന്നെ IV ഇത് IV ആണ്. IV എന്നുള്ളത് 10 milliampere ആണ് തന്നിട്ടുള്ളത്. UJTയുടെ ഫിഗർ ഒക്കെ അറിയാമല്ലോ. റെസിസ്റ്റൻസ് ഉണ്ട്, ഡയോഡ് ഉണ്ട്, RB1 ഉണ്ട്, RB2 ഉണ്ട്, VE ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെയാണ് ഫിഗറൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്? VEയുടെ വാല്യൂ ആണ്. VEയുടെ വാല്യൂ ആണ്. സോ VEയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് VD പ്ലസ് ഈറ്റ VBB എന്നുള്ളതാണ്. യെസ്, ഓക്കെ. അവിടെ ഈറ്റ എന്ന് പറയുന്നത് RB1 ഡിവൈഡഡ് ബൈ RB1 പ്ലസ് RB2 ആണ് നമുക്കറിയാം, അല്ലെങ്കിൽ RBB ആണ്. സോ ഇവിടെ നമുക്ക് VD എന്ന് പറയുന്നത് 0.7 ആണെന്ന് നമുക്കറിയാം. VD 0.7 വോൾട്ട് ആണെന്നറിയാം. പക്ഷേ ഈറ്റയുടെ വാല്യൂവും VBBയുടെ വാല്യൂവും നമുക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ ഈറ്റ VBB അറിയത്തില്ല. അറിയാമെങ്കിലാണ് നമുക്ക് VE കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പോൾ ഇനി ഈറ്റ VBB കണ്ടുപിടിക്കാൻ എന്താണ്? സോ നമുക്ക് UJTയുടെ ഓൺ കണ്ടീഷൻ അറിയാം. എന്താണ്? VRB1, ഇവിടുത്തെ റെസിസ്റ്റൻസ് ആണ് RB1. VRB1 ലെസ് ദാൻ മ്യൂ VBB അല്ലെങ്കിൽ ഈറ്റ VBB പ്ലസ് 0.7 എന്ന് നമുക്കറിയാം. യെസ്, അവിടെ VRB1 എന്ന് പറഞ്ഞാൽ എന്താണ്? RE ഇൻറ്റു IV ആണ്. അത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. REയും തന്നിട്ടുണ്ട്, IVയും തന്നിട്ടുണ്ട്. സോ RE ഇൻറ്റു IV ചെയ്യുമ്പം 10 ഇൻറ്റു 10⁻³ ആണ്. 1 ഇൻറ്റു 10⁻³ ആണ് 1 kilo ohm. അതുപോലെ തന്നെ IV എന്ന് പറഞ്ഞാൽ 10 milliampere ആണ് 10⁻³ സോ 10⁻3യും 10⁻³ പോയിട്ട് ഇവിടെ എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 10 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 10 ലെസ് ദാൻ ഈറ്റ VBB പ്ലസ് 0.7. അല്ലെങ്കിൽ ഇത് തിരിച്ച് കോൺസ്റ്റന്റ് ഒരു സൈഡിലേക്കും നോക്കുമ്പോൾ 10 മൈനസ് 0.7 9.3 ലെസ് ദാൻ ഈറ്റ VBB. അല്ലെങ്കിൽ തിരിച്ചെഴുതുകയാണെങ്കിൽ ഈറ്റ VBB ഗ്രേറ്റർ ദാൻ 9.3 എന്ന് കിട്ടും. ഈറ്റ VBB 9.3യെക്കാട്ടി കൂടുതലാണ്. അപ്പോൾ നമ്മളിവിടെ ഈറ്റ VBയുടെ പ്ലേസിൽ 9.3 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? 10 ആണ് കിട്ടുക. പക്ഷേ ഇവിടെ നമ്മൾ കിട്ടിയ എന്താണ്? ഈറ്റ VBB ഗ്രേറ്റർ ദാൻ 9.3. സോ ഇവിടെ 9.3യെക്കാട്ടി വലിയ വാല്യൂ ആണ് വരുന്നത്. സോ അത് 0.7 കൂടെ കൂട്ടുമ്പോൾ എന്തായാലും 10നെക്കാട്ടി വലിയ വാല്യൂ ആണ് VEക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഒന്ന് നോക്കുകയാണെങ്കിൽ 5, 10, 12, 7 10നെക്കാട്ടി ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ഒറ്റെണ്ണേ ഉള്ളൂ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ സി 12 വോൾട്ടിലേക്ക് പോകാം. ഈ രീതിയിൽ ഈ തന്നിരിക്കുന്ന ഡേറ്റാസ് വെച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. വേറെ മെത്തേഡൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഇവിടെ ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് VE ചെയ്യുമ്പോൾ ഈറ്റ VBB എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 9.3 കിട്ടും. സോ 9.3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10 എന്തായാലും ഗ്രേറ്റർ ദാൻ 9.3 എന്നല്ല കിട്ടിയിരിക്കുന്നത്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അല്ല. യെസ്, സോ നമുക്ക് എന്തായാലും ഇത് 9.3 വലിയ വാല്യൂ ആയിരിക്കും. സോ 10നെക്കാട്ടി വലിയ വാല്യൂ തന്നെയാണ് VEക്ക് വരുന്നത്. അത് ഓപ്ഷൻ സി ആണ് 12 വോൾട്ട് എന്നുള്ളത്. ഇതങ്ങനെ ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ഇങ്ങനത്തെ ടൈപ്പ് ഈ ക്വസ്റ്റ്യൻസ് ഈ ഡിപ്ലോമ ലെവലിൽ നിന്നൊന്നും നമ്മളെ ടൈപ്പൊന്നും കണ്ടിട്ടില്ല. ഇക്വേഷൻസ് കറക്റ്റായിട്ട് ഇതൊക്കെ ഓർമ്മ ഉണ്ടാവണം, എന്നാൽ മാത്രമേ അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇത് ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എല്ലാവർക്കും കിട്ടണം എന്ന് ഇല്ല. നെക്സ്റ്റ് നോക്കാം. 27th ക്വസ്റ്റ്യൻ. ടേൺ ഓഫ് SCR ഈസ് യൂഷ്വലി മെഷേർഡ് ഫ്രം ദ ഇൻസ്റ്റൻറ്റ്. ഇത് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. SCRൻ്റെ ടേൺ ഓഫ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ടു എന്തിനെയാണ്? ഹോൾഡിംഗ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത് ആനോഡ് കറണ്ട് ബിക്കംസ് ലെസ് ദാൻ ആകുമ്പോഴാണല്ലേ, അതായത് ആനോഡ് കറണ്ട് ബിക്കംസ് 0 എന്നുള്ളതാണ് ഇവിടെ ആൻസർ അല്ലേ.
സോ ടേൺ ഓഫ് ഇതൊരു PYQ തന്നെയാണ്, നമ്മൾ കാണാറുള്ള ക്വസ്റ്റ്യൻ തന്നെ അല്ലേ. ടേൺ ഓഫ് SCR ഈസ് യൂഷ്വലി മെഷേർഡ് ഫ്രം ദ ഇൻസ്റ്റന്റ് ആനോഡ് കറന്റ് ബിക്കം 0 ആണ് അല്ലേ. അല്ലാതെ ഗേറ്റ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഓൺ ആവുന്നത്, പിന്നെ അത് ഗേറ്റ് റിമൂവ് ചെയ്യുമ്പോൾ SCR ഓഫ് ആവത്തില്ല. സോ ഇവിടെ ആനോഡ് കറന്റ് ബിക്കം 0 ആകുമ്പോഴാണ് SCR ഓഫ് ആവുന്നത്. നെക്സ്റ്റ് 28th ക്വസ്റ്റ്യൻ, ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഓഫ് IGBT. IGBTയുടെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ലെസ് ദാൻ 50. ഏകദേശം എത്രയാണ്? 20 to 50 kHz റേഞ്ചിലാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് IGBTയുടെ. അതിവിടെ ഏതാണ്? ലെസ് ദാൻ 50 kHz എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 29th ക്വസ്റ്റ്യൻ ഒരു ഫിഗർ തന്നിട്ടുണ്ടായിരുന്നു. ഫോർ എ ഗിവൺ ഇൻപുട്ട് സിഗ്നൽ ടു ദ റിലേ സർക്യൂട്ട് വാട്ട് ഈസ് ദ മിനിമം വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ മിനിമം വാല്യൂ ഇവിടെ 12 sin ωt എന്നാണ് Vin അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ റിവേഴ്സ് ബയസിലാണ് ഒരു ഡയോഡ് ഉള്ളത്. 1 kilo ohm. ഇവിടെ ഒരു പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട് 5 volt. മിനിമം ഔട്ട്പുട്ട് വോൾട്ടേജിൽ വരുന്ന മിനിമം വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 volt ഉണ്ട്, 12 ഉണ്ട്, -12 ഉണ്ട്, -5 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ആവുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് കൺഫ്യൂഷൻ. സോ ഇവിടെ നമ്മൾ സൈൻ വേവ് അപ്ലൈ ചെയ്യാണ്. ഇത് റിവേഴ്സ് ബയസിലാണ്, പക്ഷേ ഇവിടെ ഒരു 5 volt ഉണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ എങ്ങനെയാണ് കിട്ടുക? ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയാണ് കിട്ടുക? ഇതാണ് സൈൻ വേവ്, 12 voltiലുള്ള സൈൻ വേവ്. അപ്പോൾ അത് ആദ്യത്തെ സൈൻ വേവ് വരുമ്പോൾ നമുക്ക് എന്താണ് 5 വരെയുള്ളതേ കിട്ടുള്ളൂ അല്ലേ, ഇതേ കിട്ടുള്ളൂ. ഇത് 5 volt ആണ്. റിവേഴ്സ് ബയാസ് ആണ്, ഇവിടെ നമുക്ക് എന്താ കിട്ടുക? -12 volt കിട്ടും. അപ്പോൾ 5 volt -12 volt. മിനിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? -12 volt ആണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരുന്നു. നെക്സ്റ്റ് 30, വൈൽ ഡൂയിങ് ബേസ് വിത്ത് മോഡുലേഷൻ ഇൻ BJT. ഇത് ഒരു ബിഗ് കൺഫ്യൂസിങ് ആണ്. വൈൽ ഡൂയിങ് ബേസ് വിത്ത് മോഡുലേഷൻ ഇൻ BJT ഇവിടെ ബ്രാക്കറ്റിൽ NPN എന്ന് തന്നിട്ടുണ്ട്, NPN ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഓപ്ഷൻസ് നോക്കാം. VCB ഈസ് വേരിയബിൾ, VB ഈസ് വേരിയബിൾ, VCB ഈസ് റിവേഴ്സ് ബയസ്ഡ് ആൻഡ് വേരിയബിൾ, VCB ഈസ് ഫോർവേഡ് ബയസ്ഡ് ആൻഡ് വേരിയബിൾ. ഇതിലാണ് ബിഗ് കൺഫ്യൂഷൻ. എല്ലാവരും എന്ത് തന്നെ ചെയ്തിട്ടുണ്ടാവും? VCB ഈസ് റിവേഴ്സ് ബയസ്ഡ് ആൻഡ് വേരിയബിൾ തന്നെ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ബിക്കോസ് നമുക്കറിയാം ബേസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറയുന്നത് കളക്ടർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിവേഴ്സ് ബയാസ് ആകുമ്പോഴാണെന്ന് നമുക്കറിയാം. പക്ഷെ അതെപ്പോഴാണെന്നറിയാം? അത് PNPയുടെ കേസിലാണ്. ഇപ്പോൾ PNPയുടെ കേസിലെന്ന് PNP ആയിരുന്നു ഇവിടെ തന്നിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഓപ്ഷൻ സിയിലേക്ക് പോകാമായിരുന്നു. PSCയുടെ ആൻസറും ഓപ്ഷൻ ഡി ആണ്. ബിക്കോസ് നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതാണെന്ന് തോന്നുന്നു PSC നോക്കിയിട്ടുള്ളത്. പക്ഷെ നോർമലി നമ്മൾ BJT അങ്ങനെ ബേസ് വിത്ത് മോഡുലേഷൻ വെൻ VCB ഈസ് റിവേഴ്സ് ബയസ്ഡ് ആൻഡ് വേരിയബിൾ എന്നാണ് പറയുന്നത്. പക്ഷെ അത് PNPയുടെ കേസിലാണെങ്കിലാണ് നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാൻ പറ്റുന്നത്. NPNന്റെ കേസിൽ ഒരു ചേഞ്ച് നമ്മുടെ ടെക്സ്റ്റുകളിലൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പറയുന്നതെന്ന് പറയുന്നത് അതായത് CB കളക്ടർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആകുന്നത് ബിക്കം ഫോർവേഡ് ബയാസ് ആവും ബേസ് വിത്ത് മോഡുലേഷൻ ഇൻ കേസ് ഓഫ് NPN എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് NPNന്റെ കേസിൽ VCB ഈസ് ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് വേരിയബിൾ എന്നുള്ളതാണ് ആൻസർ. PSCയും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ക്യാൻസൽ ആവുമോ ചേഞ്ച് ആവുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. സോ ഇത് ആൻസർ തന്നെയാണ്, ഇത് ആൻസർ തന്നെയാണ്, തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. PNP ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ സിയിലേക്ക് പോകാമായിരുന്നു. NPNന്റെ കേസിൽ ഇതും ഒരു ചാൻസ് ആണ്. ബിക്കോസ് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റുകളിലൊക്കെ നമ്മൾ കണ്ടു. ഞാൻ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അവിടെ പറയുന്നുണ്ട് ഇൻ കേസ് ഓഫ് ബേസ് വിത്ത് മോഡുലേഷൻ ഫോർ NPNൽ റിവേഴ്സ് ബയസ്ഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ ബിക്കംസ് ഫോർവേഡ് ബയസ് ആവുമെന്ന്. ചിലപ്പോൾ അത് കണ്ടിട്ടാണോ ഇതിങ്ങനെ ഓപ്ഷൻ കൊടുത്തതെന്ന് അറിഞ്ഞുകൂടാം. സോ അങ്ങനെയാണെങ്കിൽ ഈ ആൻസർ വരാൻ ചാൻസ് ഉണ്ട്. സോ BSCയുടെ ആൻസർ VCB ഈസ് ഫോർവേഡ് ബയസ്ഡ് ആൻഡ് വേരിയബിൾ എന്നാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് 31st ക്വസ്റ്റ്യൻ, ഫോർ എ ഗിവൺ എമിറ്റർ കറണ്ട് ദ കളക്ടർ കറണ്ട് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത് IB പ്ലസ് IC ആണ്. ഇവിടെ എങ്ങനെയാണ്? ഫോർ എ ഗിവൺ എമിറ്റർ കറണ്ട് കോൺസ്റ്റന്റ് ആണ്. കളക്ടർ കറണ്ട് എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതാണ്? കളക്ടർ കറണ്ട് എങ്ങനെ ഇൻക്രീസ് ചെയ്യും? IC എന്ന് പറഞ്ഞ ഇതിനകത്ത് നമുക്ക് എങ്ങനെ എഴുതാം? IE മൈനസ് IB. കളക്ടർ കറണ്ട് എങ്ങനെ ഇൻക്രീസ് ചെയ്യണം? IB കുറച്ചാൽ മതി അല്ലേ. IB കുറച്ചിട്ട് നമുക്ക് കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്യുക. അതായത് റെഡ്യൂസിങ് ദ IB. ബേസ് കറണ്ട് എങ്ങനെയാണ് കുറയ്ക്കുന്നത്? ഇവിടെ അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ? ബൈ റെഡ്യൂസിങ് ദ റീകോമ്പിനേഷൻ ഇൻ ബേസ് റീജിയൻ, by reducing the base voltage in base emitter region, by increasing the base voltage in base emitter region. അപ്പോൾ ബേസ് കറണ്ട് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ബൈ റെഡ്യൂസിങ് ദ റീകോമ്പിനേഷൻ ഇൻ ബേസ് റീജിയൻ. ബേസ് റീജിയനിലെ
റീകോമ്പിനേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് IB എന്ന് പറയുന്നത് കുറയും. സോ ഒരു കോൺസ്റ്റന്റ് Iക്ക് കളക്ടർ കറണ്ട് കൂട്ടാനായിട്ട് പറ്റും. യെസ്, സോ ആൻസർ ഓപ്ഷൻ എ ആണ്, ബൈ റെഡ്യൂസിങ് ദ റീകോമ്പിനേഷൻ ഇൻ ബേസ് റീജിയൻ. നെക്സ്റ്റ്, വിഡ്ത്ത് ഓഫ് ദ കണ്ടക്ഷൻ ചാനൽ ഇൻ മോസ്ഫെറ്റ്. മോസ്ഫെറ്റിന്റെ കണ്ടക്ഷൻ ചാനലിന്റെ വിഡ്ത്ത് ലാർജ് അറ്റ് സോഴ്സ് സൈഡ് ആൻഡ് ഡിക്രീസിങ് അറ്റ് ഡ്രെയിൻ ആണോ, ലാർജ് അറ്റ് ഡ്രെയിൻ ആൻഡ് ഡിക്രീസിങ് അറ്റ് സോഴ്സ് ആണോ, ഓൾമോസ്റ്റ് സോഴ്സ് ടു ഡ്രെയിനിൽ സെയിം ആണെന്നാണോ, അതോ മോർ കറണ്ട് വിൽ ഫോം ഡ്രെയിൻ ടു സോഴ്സ്, ഹെൻസ് വിഡ്ത്ത് അറ്റ് ഡ്രെയിൻ എൻഡ് ഈസ് ലാർജ് ആൻഡ് സോഴ്സ് എൻഡ് ഈസ് ലെസ് എന്നുള്ളതാണോ? എന്താണ് കറക്റ്റ് ആൻസർ? നമുക്കറിയാം എന്താണ്, സോഴ്സ് ഉണ്ട്, ഡ്രെയിൻ ഉണ്ട്. നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അറിയാം ഇവിടെ ഇച്ചിരി വീതി കൂട്ടി ഇവിടോട്ട് വീതി കുറച്ചല്ലേ നമ്മൾ വരയ്ക്കുക. സോഴ്സ് ഇത് ഡ്രെയിന്, അപ്പോൾ എപ്പോഴും സോഴ്സ് സൈഡിലാണ് വിഡ്ത്ത് കൂടുതൽ. യെസ്, സോ ലാർജ് അറ്റ് സോഴ്സ് സൈഡും ഡിക്രീസിങ് അറ്റ് ഡ്രെയിൻ സൈഡും ആണ് അല്ലേ. നമ്മൾ പിഞ്ച് ഓഫും ചാനൽ ലെങ്ത് മോഡുലേഷനും ഒക്കെ പഠിച്ചതാണ്. സോ ഇവിടെ ലാർജ് അറ്റ് സോഴ്സ് സൈഡ് ആൻഡ് ഡിക്രീസിങ് അറ്റ് ഡ്രെയിൻ എൻഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. പിഞ്ച് ഓഫ് വോൾട്ടേജ് ഓഫ് ജെഫെറ്റ്. ജെഫെറ്റിന്റെ പിഞ്ച് ഓഫ് വോൾട്ടേജ് ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ ദ ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് അറ്റ് വിച്ച് ഡ്രെയിൻ കറന്റ് സ്റ്റാർട്ട് ടു സാച്ചുറേറ്റ് ആണ് പിഞ്ച് ഓഫ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് അറിഞ്ഞാൽ അതിന്റെ വർക്കിംഗ് അറിഞ്ഞാൽ ആൻസർ ചെയ്യാം. സോ ദ ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് അറ്റ് വിച്ച് ദ ഡ്രെയിൻ കറന്റ് സ്റ്റാർട്ട് ടു സാച്ചുറേറ്റ് ആണ് കറക്റ്റ് ആൻസർ. 34th ക്വസ്റ്റ്യൻ, വെൻ ലാച്ച് അപ്പ് ഒക്കേഴ്സ് ഇൻ IGBT. IGBTയിൽ എപ്പോഴാണ് ലാച്ച് അപ്പ് ഒക്കേഴ്സ്? വെൻ IC ഈസ് നോ ലോങ്ങർ കൺട്രോളബിൾ. IC നോ ലോങ്ങർ കൺട്രോളബിൾ ആകുമ്പോഴാണ് IGBTയിൽ ലാച്ച് അപ്പ് ഒക്കേഴ്സ്. 35, സെക്കൻഡറി ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് ഇൻ BJT ഡ്യൂ ടു. സെക്കൻഡറി ബ്രേക്ക് ഡൗൺ എപ്പോഴാണ് ഉണ്ടാകുന്നത്? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ ഓഫ് റെസിസ്റ്റൻസ് ആണോ, പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ ഹെവിലി ഡോപ്ഡ് ആണ് എമിറ്റർ റീജിയൻ, ഹെവിലി ഡോപ്ഡ് കളക്ടർ റീജിയൻ. ഏതാണ് കറക്റ്റ് ആൻസർ? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ ഓഫ് റെസിസ്റ്റൻസ് ആണല്ലേ. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ ഉള്ള മെറ്റീരിയൽസിനാണ് സെക്കൻഡറി ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത്, നമുക്കറിയാവുന്ന കാര്യമാണ്. സോ സെക്കൻഡറി ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് ഇൻ BJT ഡ്യൂ ടു നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ ഓഫ് റെസിസ്റ്റൻസ്. ഓപ്ഷൻ A. Next, which of the following layers is not a switched mode DC power supply? സോ ഒരു സ്വിച്ച്ഡ് മോഡ് SMPS അല്ലേ, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ DC ആണെന്ന് നമുക്കറിയാം. ഒരു സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈയിൽ താഴത്ത് നിൽക്കുന്ന ഡിവൈസ് ഏതാണ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് SMPSൽ വരും എന്താണ്, ഫ്ലൈ ബാക്ക് ഫോർവേഡ് വരും, ഫുൾ ബ്രിഡ്ജ് വരും, ഹാഫ് ബ്രിഡ്ജ് വരും, പുഷ് പുള്ളും വരും. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഉള്ളത് തന്നെയാണ്. ഇവിടെ പുഷ് പുള്ളും ഉണ്ട്, ഫുൾ ബ്രിഡ്ജും ഉണ്ട്, ഫ്ലൈ ബാക്കും ഉണ്ട്. ആൻസർ റെസിസ്റ്റൻറ്റ് കൺവേർട്ടർ ആണ്. അല്ലാത്തതെന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A ആയിരുന്നു വരേണ്ടിയിരുന്നത്, പക്ഷേ PSCയുടെ ഓപ്ഷൻ D ആണ്. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ, തെറ്റായതായിരിക്കും. സോ ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസസ് നോട്ട് എ സ്വിച്ച്ഡ് മോഡ് DC പവർ സപ്ലൈ എന്നുള്ളത് റെസിസ്റ്റൻറ്റ് കൺവേർട്ടർ ആണ്, ഫ്ലൈ ബാക്ക് ഫോർവേഡ് കൺവേർട്ടർ ആണ്. സോ അതല്ല, PSCയുടെ ആൻസർ D എന്നാണ് കാണിച്ചിരിക്കുന്നത്. സോ അതൊരു മിസ്റ്റേക്കാണ്. സോ കറക്റ്റ് ആൻസർ റെസിസ്റ്റൻറ്റ് കൺവേർട്ടർ ആകാനാണ് ചാൻസ്, അത് തന്നെയല്ലേ. യെസ്. നെക്സ്റ്റ്, SMPS ആർ വൈഡ്ലി യൂസ്ഡ് ദാൻ ലീനിയർ പവർ സപ്ലൈ. ലീനിയർ പവർ സപ്ലൈയിലും കൂടുതൽ നമ്മൾ SMPS യൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് സൈസ് ആൻഡ് എഫിഷ്യൻസി ആൻഡ് റെഗുലേഷൻ, നോയ്സ് ആൻഡ് കോസ്റ്റ്, റെഗുലേഷൻസ് ആൻഡ് നോയ്സ്. മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അതിൻ്റെ സൈസ് തന്നെയാണ് അല്ലേ, സൈസ് ആൻഡ് എഫിഷ്യൻസി. ഓപ്ഷൻ A തന്നെയാണ്. യെസ്. നെക്സ്റ്റ്, ആൻഡ് AC LVDT ഹാസ് ഡാഷ് ഇൻപുട്ട് ആൻഡ് ഡാഷ് ഔട്ട്പുട്ട്. AC LVDT അതായത് ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ പേരുന്നുണ്ട്. ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ ആണ്, ഇതൊരു ട്രാൻസ്ഫോമർ ആണ്, AC ആണ്. സോ ഇതിൻ്റെ ഇൻപുട്ട് AC തന്നെയാണ്, AC LVDTയുടെ ഇൻപുട്ട് AC തന്നെയാണ്, ഔട്ട്പുട്ടും AC തന്നെയാണ്. AC to AC കൺവേർഷൻ ആണ്, ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. DC LVDT ആയിരുന്നെങ്കിൽ DC to DC. സോ ഇവിടെ ആൻസർ AC to AC തന്നെയാണ്, ഓപ്ഷൻ B. 39, നോ കോണ്ടാക്ട് ഈസ് മേഡ് ബിറ്റ്വീൻ ആർമേച്ചർ ആൻഡ് കോർ ഇൻ അല്ലേ. ആർമേച്ചറിലും കോറിലും കോണ്ടാക്ട് ഇല്ലാത്തത് ഏതാണ്? കപ്പാസിറ്റീവ് ആർമേച്ചർ LVDT. യെസ്, ഇത് തെറ്റിപ്പോയതാണ്. LVDT. സ്പ്രിഞ്ച് എക്സ്റ്റെൻഡഡ് ആണോ, ഇൻഡക്റ്റീവ് ആണോ, അൺഗൈഡഡ് ആണോ? ഏതാണ്? അൺഗൈഡഡ് ആണ് ആൻസർ. LVDT ആണ്, അൺഗൈഡഡ് ആണ്. ഓപ്ഷൻ D ആണ് ഇവിടെ 39th ആൻസർ.
40. As per Stephen's law of radiation, heat is reduced by a body surface is ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്നാണ് PSCയുടെ ആൻസർ കണ്ടത്. പക്ഷേ സ്റ്റീഫൻ ബോൾസ്മാൻ ലോ പറയുന്നതെന്ന് പറയുന്നത് റേഡിയേഷൻ എമിറ്റഡ് പെർ യൂണിറ്റ് ടൈം ഫ്രം ആൻ ഏരിയ ഓഫ് എ ബ്ലാക്ക് ബോഡി അറ്റ് ആൻ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ T ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 4th പവർ ഓഫ് ടെമ്പറേച്ചർ എന്നാണ് തിയറം പറയുന്നത്. സോ അപ്പം ഓപ്ഷൻ ബി ആണല്ലേ കറക്റ്റ് ആവാനായിട്ട് സാധ്യത. അവിടെ പറയുന്നുണ്ട് സിഗ്മ ഇൻറ്റു T⁴ ആണെന്നുള്ളത്. സോ സിഗ്മ എന്ന് പറയുന്നത് സ്റ്റീഫൻസ് കോൺസ്റ്റൻറ്റും T എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചറാണ്. 4th പവർ എന്നാണ് ലോ പ്രകാരം പറയുന്നത്. സോ അപ്പം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആകാനാണ് സാധ്യത. PSCയുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പം അത് തെറ്റാകാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് 41st ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ വിത്ത് വീസ്റ്റൺ ബ്രിഡ്ജ് വി ക്യാൻ മെഷർ ദ റെസിസ്റ്റൻസ് ഇൻ ദ റേഞ്ച് ഓഫ് ഏതാണ് വീസ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ലോ ഉണ്ട്, ഹൈ ഉണ്ട്, മീഡിയം റേഞ്ച് ഉണ്ട്. വീസ്റ്റൺ ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നത് മീഡിയം റെസിസ്റ്റൻസ് റേഞ്ചിന് വേണ്ടിയിട്ടാണ് അല്ലേ. മീഡിയം റെസിസ്റ്റൻസ് റേഞ്ച് എന്ന് പറയുമ്പം 1 ohm to few mega ohm. യെസ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1 ohm to few mega ohms. 42nd ക്വസ്റ്റ്യൻ ദ ടൈപ്സ് ഓഫ് ഫോൾട്ട് ഇൻ എ ടെലഫോൺ ലൈൻ. ടെലഫോൺ ലൈനിലുള്ള ടൈപ്സ് ഓഫ് ഫോൾട്ട് എന്ന് പറയുന്നത് ലൈൻ ടു ലൈൻ ആണ്, അല്ലെങ്കിൽ ലൈൻ ടു ഗ്രൗണ്ട് ആണ്. ലൈൻ ടു ലൈൻ ഓർ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്സ് ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ദ മെയിൻ പാർട്ട് ഓഫ് CRO is CRT. A CRO can be used for direct measurement of power. Time-based generator is a part of CRT. A CRO is used to measure ഫേസ് ഡിസ്പ്ലേസ്മെന്റ്. ശ്രദ്ധിച്ചോണം, ഇവിടെ ഇൻകറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ മെയിൻ പാർട്ട് ഓഫ് CRO ഈ CRT എന്നുള്ളത് എന്താണ്, ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ, ശരിയായിട്ടുള്ള കാര്യമാണ്. CRO ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡയറക്റ്റ് മെഷർമെന്റ് ഓഫ് പവർ. പവർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് CRO വഴി മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. വിയും ഐയും മെഷർ ചെയ്തിട്ട് നമുക്ക് V × I വെച്ചിട്ട് പവർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ടൈം ബേസ്ഡ് ജനറേറ്റർ ഈസ് എ പാർട്ട് ഓഫ് CRT. ടൈം ബേസ്ഡ് ജനറേറ്റർ ഈസ് എ പാർട്ട് ഓഫ് CRT എന്നുള്ളത് തെറ്റാണ്. ടൈം ബേസ്ഡ് ജനറേറ്റർ പാർട്ട് ഓഫ് CRO ആയിരുന്നു കറക്റ്റ്. സോ ഇത് തെറ്റാണ്. CRO is used to measure ഫേസ് ഡിസ്പ്ലേസ്മെന്റ്. അതെ, ഫേസ് ഒക്കെ ഫേസ് ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. സോ 1 and 4 ആണ് ശരി എന്ന് പറയുന്നത്, കറക്റ്റ് ആയിട്ടുള്ളത്. 2ഉം 3ഉം ആണ് ഇൻകറക്റ്റ്. അപ്പം നമ്മൾ തെറ്റിക്കരുത്. ഇൻകറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? 2 and 3. 44th ക്വസ്റ്റ്യൻ. A circle is seen on the screen of a CRO when 2 time varying signals of same frequency and same magnitude. നമ്മുടെ XY പ്ലേറ്റിൽ സെയിം ഫ്രീക്വൻസി സെയിം മാഗ്നിറ്റ്യൂഡ് ഉള്ള ടൈം വേരിയിങ് സിഗ്നൽസ് വരികയാണെന്നുണ്ടെങ്കിൽ CROയിലുള്ള ഒരു സർക്കിൾ ആണല്ലോ കാണുന്നത്. സോ റിലേറ്റീവ് ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും? സർക്കിളാണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ് ഫേസ് ഡിഫറൻസ് ഈസ് 90 ഡിഗ്രി ആണ് അല്ലേ. ഓപ്ഷൻ ബി. 45th question. Which of the following modes of operation allows you to change the processor mode from a program അല്ലെങ്കിൽ operator device and perform online program editing using programmable logic control? അല്ലേ, PLC ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഏതാണ് മോഡ്? REM മോഡ് അല്ലേ, REM മോഡ്, REM മോഡാണ്. 46th question. Which of the following statement is not correct with IC 741? ICയുടെ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ പഠിച്ചു വെക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ആൻസർ ആർക്കും തെറ്റിയിട്ടുണ്ടാകത്തില്ല. ഇൻഫിനിറ്റ് വോൾട്ടേജ് ഗെയിൻ ആണോ? ഇതിലേതാണ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് കറക്റ്റ് ഏതാണെന്നാണ് 46th. സോ ഇൻഫിനിറ്റ് വോൾട്ടേജ് ഗെയിൻ, 0 ഇൻപുട്ട് ഇംപിഡൻസ്, 0 ഔട്ട്പുട്ട് ഇംപിഡൻസ്, ഇൻഫിനിറ്റ് ബാൻഡ്വിഡ്ത്ത്, ഇതെല്ലാം ശരി തന്നെയാണ്. ഏതാണ് തെറ്റ്? 0 ഇൻപുട്ട് ഇംപിഡൻസ് എല്ലാം ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇംപിഡൻസ് ആണ്. സോ ഓപ്ഷൻ ബി എന്നുള്ളതാണ് തെറ്റ്, റോങ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ബി. 47th ക്വസ്റ്റ്യനും ഒരു ബിഗ് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഈസ് ലേബിൾഡ് ആസ് LM741. ദ മാനുഫാക്ചേഴ്സ് ഡിസൈൻ ഓഫ് വിച്ച് IC മാനുഫാക്ചേഴ്സ് ഡെസിഗ്നേഷൻ ഫോർ ദ ഗിവൺ IC. അപ്പോൾ ഈ ICയുടെ മാനുഫാക്ചർ എന്ന് പറയുന്നത് PSCയുടെ ഓപ്ഷൻ സി ആണ്. PSCയുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് നാഷണൽ സെമി കണ്ടക്ടർ ആണ്. നമുക്ക് ടെക്സാക്സും കാണാറുണ്ട്, അത് ഡൗട്ട് വരും ഇത് രണ്ടും തമ്മിൽ. പക്ഷെ ശരിക്കും എന്ന് പറയുന്നത് ഇനിഷ്യൽ മാനുഫാക്ചർ എന്ന് പറയുന്നത് നാഷണൽ സെമി കണ്ടക്ടർ ആണ്. അതിനുശേഷമാണ് അത് ടെക്സാക്സിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. യെസ്, ഇനിഷ്യൽ മാനുഫാക്ചർ ഈസ് നാഷണൽ സെമി കണ്ടക്ടർ ആണ്. ദെൻ ഇറ്റ്സ് ഹാൻഡ് ഓവർ ടു ടെക്സാസ്, അങ്ങനെയാണ്. സോ നാഷണൽ സെമി കണ്ടക്ടർ എന്നും പറയാം, ടെക്സാസ് എന്നും പറയാമല്ലേ. രണ്ട് ഓപ്ഷനും കൂടെ വരുമ്പോൾ എന്തായാലും അത് കൺഫ്യൂസിങ് തന്നെയാണ്. PSCയുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ക്യാൻസൽ ആക്കുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ, നോക്കാം.
48th question. If a capacitor is placed in the feedback path of an op-amp circuit, then the circuit acts as നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കപ്പാസിറ്റർ ഫീഡ്ബാക്ക് പാത്തിലാണെങ്കിൽ അതെന്താണ്? ഇൻറ്റഗ്രേറ്റർ ആണ് അല്ലേ? ഇൻറ്റഗ്രേറ്റർ ആണ്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇഫ് എ ഡി എം ഇസ് 3500, എ സി എം എന്ന് പറയുന്നത്, അപ്പം ഡിഫറൻഷ്യൽ മോഡും കോമൺ മോഡും ഗെയിൻ തന്നിട്ടുണ്ട്. സി എം ആർ ആർ കണ്ടുപിടിക്കണം. സി എം ആർ ആറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ഡിവൈഡഡ് ബൈ കോമൺ മോഡ് ഗെയിൻ ആണ്. That means 3500 divided by 0.35 ആണ്. യെസ്. സോ 35 1 ആവും. 0.35 ആണ്. നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പോയിന്റ് മാറാനായിട്ട്. യെസ്, അത് തെറ്റിപ്പോലെ സീറോസ് ഇടുന്നതിൽ. സോ 35 കട്ടാവും. നമുക്ക് എന്ത് കിട്ടും? ആൻസർ 10,000. ഓപ്ഷൻ സി ആണ് ആൻസർ. 50ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ ഓഫ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഈസ് ഈക്വൽ ടു ആർ സി അല്ലേ? ആർ സി ഡിവൈഡഡ് ബൈ എന്താണ്? കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ ഇക്വേഷൻ എന്താണ്? ആർ സി ഡിവൈഡഡ് ബൈ 2RE ആണ് അല്ലേ? സോ ആർ സി ഡിവൈഡഡ് ബൈ 2RE. ഓപ്ഷൻ ഡി ആണ്. 51ാമത്തെ ക്വസ്റ്റ്യൻ 51. ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ വിത്ത് എ ഗെയിൻ തന്നിട്ടുണ്ട് -10 ആൻഡ് ഇൻപുട്ട് റെസിസ്റ്റൻസ് RI ഈക്വൽ ടു, ഇൻപുട്ട് റെസിസ്റ്റൻസ് RI എന്ന് പറയുന്നത് 10 കിലോ ഓം ആണ്. ഫീഡ്ബാക്ക് റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. RIയും RFും തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം -RI/RF അതാണ് -10. RI/RF ആണ് -10 എന്ന് തന്നിട്ടുള്ളത്. സോ ഇവിടെ RI എന്ന് പറയുന്നത് 10 കിലോ ഓം ആണ്. RF ആണ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുള്ളത്. സോ RF is equal to എഴുതിയ തെറ്റുണ്ട്. 10 is equal to -10 is equal to RF/R ആണ്. RF/RI ആണ്. RI ആണ് തന്നിട്ടുള്ളത് 10 കിലോ എന്ന് പറഞ്ഞത്. സോ RF is equal to റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ്, നെഗറ്റീവ് വരില്ല. അല്ലെങ്കിൽ -RF/R എന്ന് ഇട്ടാലും മതി. അപ്പോൾ മൈനസ് കൊണ്ട് പോവല്ലോ. സോ 10 is equal to RF/RI. RF is equal to RI into 10. That means 10 കിലോ ഓം. 10⁻³ into 10 എന്ന് വരും. അതായത് 100 കിലോ ഓം എന്ന് വരും. 100 കിലോ ഓം ഏതാണ്? ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് 52. ഇൻ വിച്ച് സ്റ്റേറ്റ് ദ PLL ട്രാക്സ് എനി ചേഞ്ച് ഇൻ ഇൻപുട്ട് ഫ്രീക്വൻസി. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഈസിക്കകത്ത് ഉണ്ടായിരുന്നല്ലേ? PLന്റെ മോഡ്സ് വെച്ചിട്ട് ക്യാപ്ചർ മോഡ്, പുള്ളിങ് ടൈം, ലോക്ക് ഇൻ റേഞ്ച്, ഹിസ്റ്ററസിസ്. ഏതാണ് PLL? ഒരു ഇൻപുട്ട് ഫ്രീക്വൻസിയിലേക്ക് എന്താണ് ഇനി ചേഞ്ചിൽ ട്രാക്ക് ചെയ്യുന്നത് ഏതാണ്? ലോക്ക് റേഞ്ച് ആണ്. ഓപ്ഷൻ ഡി ആണ്. മൂന്ന് മോഡ്സ് ആണുള്ളത്. അത് രണ്ട് എക്സാംസിനും ചോദിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലേ? സോ ഇവിടെ ആൻസർ 52ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ലോക്ക് റേഞ്ച് ആണ്. 53 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഫോർ 555 IC ഡ്രൈമേഴ്സിൽ കറക്റ്റ് ഏതാണെന്നാണ്. ഇറ്റ് ഓപ്പറേറ്റഡ് ഇൻ സിംഗിൾ മോഡ് ആണോ? ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ 2 മോഡാണോ? ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ 3 മോഡാണോ? ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ 4 മോഡാണോ? ഏതാണ് 555 IC എന്ന് പറയുന്നത്? ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ 3 മോഡാണ്. അതായത് ഓപ്ഷൻ 3, ഓൺലി 3 എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഏതൊക്കെയാണ് 3 മോഡ്സ്? മോണോസ്റ്റേബിള്, ബൈസ്റ്റേബിള്, അസ്റ്റേബിൾ അല്ലേ? 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. നെക്സ്റ്റ് നോക്കാം. 54. വാട്ട് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു ആംപ്ലിഫൈ ദ ഔട്ട്പുട്ട് സിഗ്നൽ ഓഫ് എ ട്രാൻസ്ഡ്യൂസർ? ട്രാൻസ്ഡ്യൂസറിന്റെ ഔട്ട്പുട്ട് സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഇൻസ്ട്രുമെന്റൽ അല്ലെ? ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ ആണ്. ഓപ്ഷൻ സി. 55. In an R2R ladder DAC, the typical value of R, resistance in the value, R2R ladder digital to analog converter nathu resistance in the value in the range ആണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 2.5 കിലോ ഓം ടു 10 കിലോ ഓം എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി. ബിയും സിയും കൂടെ കൺഫ്യൂഷൻ ആവില്ല, കിലോ ഓമിലാണ്. സോ 2.5 കിലോ ഓം ടു 10 കിലോ ഓം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 56 നമുക്ക് അറിയാവുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓസിലേറ്റർ ക്യാൻ ബി യൂസ്ഡ് വെയർ ഹൈ സ്റ്റെബിലിറ്റി ഫ്രീക്വൻസി ഓപ്പറേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. ഇതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് എ വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ വിത്ത് റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വേഷൻ എന്താണ്? 1/2πRC ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2 × 3.14. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 20 കിലോ ഓം ആണ്. 10⁻³ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.0010 × 10⁻⁻6 ആണ്.
സോ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് 10⁻³ 10⁻⁻6 അത് മാറിപ്പോകരുത്. ബിക്കോസ് ഇവിടെ 796 നമുക്കറിയാം. 7.96 ആണോ 796 കിലോ ഹെഡ്സ് ആണോ 790 ഹെഡ്സ് ആണോ 7. അതാണ് വ്യത്യാസം വരുന്നത്. ആൻസർ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. ഈ വാല്യൂ അതായത് 10⁻³ 10⁻⁻6 ന്യൂമറേറ്ററിൽ പോകുന്നതും പിന്നെ ഇവിടെ താഴത്തെ 0 പോയിന്റ് ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ 7.96 കിലോ ഹെഡ്സ് ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 58th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഔട്ട്പുട്ട് ഓഫ് ആൻ ഓസിലേറ്റർ ഓസിലേറ്റ്സ് ബിറ്റ്വീൻ ഓഫ് ആൻഡ് ഓൺ സ്റ്റേറ്റ് ഫ്രീലി. അതിന് നമ്മൾ എന്താണ് പറയുന്നത്? ഓഫ് സ്റ്റേറ്റ് ടു ഓൺ സ്റ്റേറ്റ് ഫ്രീലി ഓസിലേറ്റ് ചെയ്യുന്നത് അസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്. ഓപ്ഷൻ സി ആണ്. ഇവിടെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ലല്ലോ. എ ഷ്മിറ്റ് ട്രിഗർ അച്ചീവ്സ് ഹിസ്റ്റെറിസിസ് ബൈ യൂട്ടിലൈസിങ് എങ്ങനെയാണ്? ബാർക്കോസൻ പ്രിൻസിപ്പിൾ ആണോ? അവലാഞ്ചെ മൾട്ടിപ്ലിക്കേഷൻ ഇൻ സെനർ ഡയോഡ് ആണോ? റീജനറേറ്റീവ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണോ? മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് എ ട്രാൻസ്ഫോമർ ആണ്. എന്താണ് ഷ്മിറ്റ് ട്രിഗറിനകത്ത് ഹിസ്റ്റെറിസിസ് അച്ചീവ് ചെയ്യുന്നതിനുള്ളത്? ബാർക്കോസൻ അല്ല, ഓസിലേറ്ററിലുള്ളതാണ്. അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ അല്ല. ഏതാണ്? റീജനറേറ്റീവ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് കറക്റ്റ് ആൻസർ. അത് നമുക്ക് ഓപ്ഷൻ നോക്കിയിട്ട് അറിയത്തില്ലെങ്കിൽ കൂടി നമുക്ക് വേണമെങ്കിൽ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റീജനറേറ്റീവ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. നെക്സ്റ്റ് 60th ക്വസ്റ്റ്യൻ, 60ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ ഷുഡ് ബി സാറ്റിസ്ഫൈഡ് ഇൻ ഓർഡർ ടു യൂസ് ആൻ ആംപ്ലിഫയർ ഈസ് ആൻ ഓസിലേറ്റർ? നമുക്ക് അറിയാവുന്നതാണ്, സ്ഥിരമായിട്ട് കാണുന്നതാണ്. ബാർക്കോസൻ ക്രൈറ്റീരിയ ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താണ്? എ ബീറ്റ ഇസ് ഈക്വൽ ടു 1. ഓപ്ഷൻ എ ആണ്. ബാർക്കോസൻ ക്രൈറ്റീരിയ ആണ് ഇവിടെ ആൻസർ. ഓപ്ഷൻ എ ബീറ്റ ഇസ് ഈക്വൽ ടു 1. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഹെക്സാഡെസിമൽ ഇക്വലന്റ് ഓഫ് ബൈനറി നമ്പർ? ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്. ഇത് ഹെക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ബൈനറി ടു ഹെക്സ് കൺവേർഷൻ ആണ്. എങ്ങനെയാണ്? ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് 4 എണ്ണമുള്ള ഗ്രൂപ്പുകളാക്കി മാറ്റണം. ബാലൻസ് ഇവിടെ 4 ആക്കാനായിട്ട് 2 സീറോസ് ഇട്ട് കൊടുക്കാം. 1 1 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫ് ആണ് അല്ലേ. 1 0 1 0 എന്ന് പറഞ്ഞാൽ 10. 10ന് നമ്മൾ എങ്ങനെയാണ്? ഹെക്സിൽ എ എന്ന് പറയും. 1 0 0 1 മീൻസ് 9 ആണ്. 0 0 1 0 മീൻസ് 2 ആണ്. 2 9 AF. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോഡ് ഈസ് യൂസ്ഡ് ഫോർ ലേബലിംഗ് ദ സെൽസ് ഓഫ് എ കേമാപ്പ്? കേമാപ്പിന്റെ സെല്ല് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ആ ബോക്സിനകത്ത് എഴുതുന്നതിന് എങ്ങനെയാണ് ഓർഡർ? 0 0 0 1 1 1 1 0 എന്നാണ് അല്ലേ. അതായത് അടുത്തടുത്ത ഓരോ കോഡും തമ്മിലുള്ള സിംഗിൾ ബിറ്റിന്റെ ഡിഫറൻസ് ആണ്. 0 0 0 1 എന്ന് പറഞ്ഞാൽ ഒരു ബിറ്റിന്റെ ഡിഫറൻസ് ആണ്. 0 1 1 1 എന്ന് പറഞ്ഞാൽ ഇവിടെയും എന്താണ്? ഈ ഒരു ബിറ്റിനാണ് ഡിഫറൻസ് ഉള്ളത്. 1 0 1 1ലും ഒരു ബിറ്റിനാണ് ഡിഫറൻസ് ഉള്ളത്. ഇങ്ങനെ സിംഗിൾ ബിറ്റ് ചേഞ്ച് ഉള്ളത് ഏതാണ്? ഗ്രേ കോഡാണ്. ഗ്രേ കോഡാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് തന്നെയാണ്. കേമാപ്പ് പഠിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. ഗ്രേ കോഡാണ്. ദെൻ ഫിഗർ ഓഫ് മെറിറ്റ് ഓഫ് എ ലോജിക് ഫാമിലി ഈസ് ഓഫൺ മെഷേർഡ് ഇൻ. ചിലവരത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. ഫിഗർ ഓഫ് മെറിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? പൈക്കോ ജൂളാണ്. പൈക്കോ ജൂളാണ്. ഇത് ഇച്ചിരി കാൽക്കുലേറ്റീവ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിനകത്ത് ചിലപ്പോൾ ഇരുന്ന് പോകും. നമുക്ക് അറിയാവുന്ന സംഭവമാണ്. ഡെസിമൽ ഇക്വലന്റ് ഓഫ് ഒക്ടൽ നമ്പർ ആണ്. ഇവിടെ ഒരു ഒക്ടൽ നമ്പർ തന്നിട്ടുണ്ട്. അതിൻ്റെ ഡെസിമൽ ഇക്വലന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സംഭവം സിമ്പിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെ ചെയ്യുന്നതെന്ന്. പക്ഷെ ചെയ്യാൻ വളരെയധികം സമയമെടുക്കും. ബിക്കോസ് 627.4051 എന്നുള്ളതാണ് അതിൻ്റെ ഡെസിമൽ ഇക്വലന്റ് കാണാൻ. 7 ഇൻറ്റു എന്ത് ചെയ്യണം? 8⁻0 മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 8⁻1 8 സ്ക്വയർ 8 ക്യൂബ്. ഈ പോർഷൻ ഇത്രയും ചെയ്യുമ്പോൾ അതായത് 7 ഇൻറ്റു 8⁻0 പ്ലസ് 2 ഇൻറ്റു 8⁻1 പ്ലസ് 3 ഇൻറ്റു 8 സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു 8 ക്യൂബ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത്രയും പോർഷൻ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ 3287 കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെയെങ്കിൽ ആൻസർ നോക്കാമെന്ന് വെച്ചാൽ തന്നെ അത് വിഷയമാണ്. 3287 ഓപ്ഷൻ എയും ഉണ്ട്, ഓപ്ഷൻ ഡിയും ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കുക, ലാസ്റ്റ് ഡേ ഈ 9889 ഇവിടെ മാത്രമേ ഉള്ളൂ. അതായത് ഇതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ, പോയിന്റിന് ശേഷമുള്ള കാൽക്കുലേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ലെങ്തി പ്രോസസ് അല്ലേ. ബിക്കോസ് ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? 8⁻1 കൊണ്ട് ഗുണിക്കണം. -2 -3 -4 അതായത് 4 ഇൻറ്റു 8⁻1 എന്ന് പറഞ്ഞാൽ 4/8 ആയി. 0 കൊണ്ട് ഇൻറ്റു ചെയ്യേണ്ടത് 0 ആയിപ്പോയും. 5 ഇൻറ്റു 8⁻3 എന്ന് പറഞ്ഞാൽ 5/8 ക്യൂബായി. 1/8⁴ ആയി. ഇത് ചെയ്യണ്ടേ? 8ൻ്റെ ക്യൂബും 8⁻4 കണ്ടുപിടിച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കണം. ഇച്ചിരി കാൽക്കുലേറ്റീവ് ആണ്, ഇച്ചിരി ലെങ്തി പ്രോസസ് ആണ്. അതാണ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. പക്ഷെ ചെയ്യാൻ അറിയാം, പക്ഷെ ചെയ്യാൻ ഒത്തിരി സമയമെടുക്കും. ഓപ്ഷൻ എ ആണ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്.
65th ക്വസ്റ്റ്യനും ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഹാഫ് ആർഡർ ദ ക്യാരി ഔട്ട്പുട്ട് ഈസ് ഹൈ ഇഫ് ദ ഇൻപുട്സ് ആർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പക്ഷെ ഇവിടെ PSCയുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി PSC തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം ഹാഫ് ആർഡറിനകത്ത് എന്താണ് 2 ഇൻപുട്ട് അല്ല ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ തന്നിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. സോ ഹാഫ് ആർഡറിനകത്ത് ക്യാരി ഔട്ട്പുട്ട് എപ്പോഴാണ് ഹൈ ആവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇൻപുട്ട്. പക്ഷെ 2 ഇൻപുട്ട് അല്ല ഹാഫ് ആർഡറിനകത്ത് ഉള്ളൂ. സോ 2 ഇൻപുട്ട് വരുമ്പോൾ ഇവിടെ 3 ഇൻപുട്ട്സ് കാണിച്ചിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ കാണിച്ചിരിക്കുന്നത്. അറിഞ്ഞുകൂടാ, അതായിരിക്കും, അറിയത്തില്ല എങ്ങനെയാണെന്ന്. അത് ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ 1 എന്ന് കൊടുത്ത് നോക്കാം. അപ്പം അങ്ങനെ നമുക്ക് ഓപ്ഷൻ സിയിലേക്ക് നോക്കാം. 1 അല്ല ഉള്ളൂ, അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ അത് കറക്റ്റ് അല്ല. ഓക്കെ, നെക്സ്റ്റ് 66th ക്വസ്റ്റ്യൻ. ഹൗ മെനി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ റിക്വയർഡ് ടു കൺസ്ട്രക്ട് എ മോഡ് 32 കൗണ്ടർ? മോഡ് 32 കൗണ്ടറിന് വേണ്ടിയിട്ട് എത്രയാണ്? അത് 2 പവർ എഴുതിയാൽ മതി അല്ലേ? 2 പവർ എന്താണ്? 32 നോക്കിയാൽ മതി. 2⁵ എന്ന് പറയുന്നതാണ് 32 അല്ലേ? അപ്പോൾ 2⁴ എഴുതുമ്പോൾ ആ n എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ 2⁵ എന്ന് പറയുന്നതാണ് 32. സോ മോഡ് 32 കൗണ്ടർ, അതായത് 0 to 31 വരെ കൗണ്ട് ചെയ്യുന്ന കൗണ്ടറിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം? 5 ഫ്ലിപ്പ് ഫ്ലോപ്സ്. ബിക്കോസ് ഇവിടെ n എന്ന് പറയുന്നത് 5. 67th question. The minimum number of 2 input NAND gates required to implementing a 2 input XOR gates അല്ലെ? XOR ഗേറ്റിന്റെ ഇംപ്ലിമെന്റ് ചെയ്യാൻ, അതായത് A bar B plus B A bar A B bar. സോ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എത്ര NAND ഗേറ്റ്സ് വേണം എന്നാണ്? 2 ഇൻപുട്ട് NAND ഗേറ്റ്സ് എത്ര എണ്ണം വേണം? ആക്ച്വലി ആൻസർ 4 ആണ്. 4 NAND ഗേറ്റ്സ് ആണ് വേണ്ടത്. ആദ്യം ഒരു എയും ബിയും കൂടെ ഒരു NAND ഗേറ്റ്സിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. എ ബി, അതിനുശേഷം ഒരു എയും ഇതും കൂടി ഒരു NAND ഗേറ്റിലേക്ക്, ദെൻ ഇതും ഈ ബിയും കൂടി മറ്റൊരു NAND ഗേറ്റിലേക്ക്, പിന്നെ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് 4ാമത്തെ ഒരു NAND ഗേറ്റ്. ഇങ്ങനെയാണ് നമുക്ക് A XOR B ഫോം ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ 4 ആണ്. 68th ക്വസ്റ്റ്യൻ. 8051 ആർക്കിടെക്ചർ വെച്ച് നോക്കുമ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? അതായത് നമുക്ക് ഇവിടുത്തെ രജിസ്റ്റേഴ്സിൻ്റെ എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ബിറ്റ്സ് അറിഞ്ഞിരിക്കണം. DPTR 8 ബിറ്റ്, PC, അപ്പോൾ അതായത് DPTR ഡേറ്റ പോയിൻ്റർ, പ്രോഗ്രാം കൗണ്ടർ, CPU, PSW, ദെൻ SP. ഇതിൻ്റെ ബിറ്റ്സ് അറിഞ്ഞിരുന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. നമുക്കറിയാം 8051 DPTRും PC എന്ന് പറയുന്നത് 16 ബിറ്റ് ആണ് അല്ലേ? CPU എന്ന് പറയുന്നത് ഇത് 8 ബിറ്റ് മൈക്രോ കൺട്രോളറാണ്. PSW സ്റ്റാക്ക് പോയിൻ്ററും, ഇത് രണ്ടും എത്ര തന്നെയാണ്? ഇത് തന്നെയാണ്, 8 ബിറ്റ് തന്നെയാണ്. സോ DPTRും PCയും 16 ബിറ്റ്, ബാക്കി എല്ലാം 8 ബിറ്റും ഉള്ളത്. ഇതിൽ ഓപ്ഷൻ ഏതാണെന്ന് നോക്കണം. ഇവിടെ DPTR 16 ആണ്, പക്ഷെ PC 8 ആണ്. യെസ്, ഇവിടെയാണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ്. DPTR 16 ബിറ്റ്, PC 16 ബിറ്റ്, CPയും PSWയും SPയും 8 ബിറ്റ്സ് എന്നുള്ളതാണ്. അപ്പം അത് ആർക്കിടെക്ചറിനകത്ത് ഓരോ രജിസ്റ്റേഴ്സും ഓരോന്നും എത്രയാണെന്ന് അറിയാമെങ്കിൽ ചെയ്യാനായിട്ട് പറ്റുന്നതേ ഉള്ളൂ. യെസ്. 69th ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ആഫ്റ്റർ റീസെറ്റ് സ്റ്റാക്ക് പോയിന്റർ രജിസ്റ്റർ ഈസ് ഇനിഷ്യലൈസ്ഡ് ടു അഡ്രസ്. ഏതാണ് ആഫ്റ്റർ റീസെറ്റിന് ശേഷം എങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്? SP7H ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 70th ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് റാം? താഴെ തന്നിരിക്കുന്നതിൽ റാമിന്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണെന്നാണ്. അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. അലോസ് യൂസേഴ്സ് ടു സ്റ്റോർ മൾട്ടിപ്പിൾ GB ഓഫ് ഡേറ്റ. ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ ദ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഡേറ്റ റിമൈൻസ് ഈവൻ ആഫ്റ്റർ പവർ സപ്ലൈ ഈസ് നോട്ട് പ്രസന്റ്. അപ്പോൾ പവർ സപ്ലൈ ഇല്ലെങ്കിലും ഡേറ്റ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? അല്ലല്ലോ. റാം എന്ന് പറയുന്നത് എന്താണ്? വോളറ്റൈൽ ആണ് അല്ലേ? വോളറ്റൈൽ ആണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡേറ്റ റിമൈൻ ചെയ്യുന്നില്ല. പവർ ഓഫ് ചെയ്യുമ്പോൾ ഡേറ്റാസ് പോകും റാമിൽ. അപ്പോൾ അത് തെറ്റായിട്ടുള്ളതെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് 71 റോം. ഇവിടെ റോം എന്താണെന്നാണ് നേരെ ഓപ്പോസിറ്റ്. റോം എന്ന് പറയുന്നത് എന്താണ്? പെർമനൻ്റ് ആണ്, നോൺ വോളറ്റൈൽ ആണ് അല്ലേ? അതായത് പവർ ഓഫ് ആയാലും അതിനകത്തെ ഡേറ്റ പോവത്തില്ല. സോ ഇവിടെ ആൻസർ ബി ആണ്. റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ ആൻഡ് പെർമനൻ്റ് ആണ്, ടെമ്പററി അല്ല, പെർമനൻ്റ് ആണ്. 72 ഇൻ TTL ഫാമിലി ഹൈ ഔട്ട്പുട്ട് കറസ്പോണ്ട് ടു. TTL ഫാമിലിയിൽ ഹൈ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2.4 വോൾട്ട് ടു 5 വോൾട്ട് ആണ് അല്ലേ? 2.4 വോൾട്ട് ടു 5 വോൾട്ട്. Which TTL family offers lowest power and fastest operation?
ലോവസ്റ്റ് പവറും ഫാസ്റ്റസ്റ്റ്. അപ്പോൾ നമ്മൾ TTL ഫാമിലി എല്ലാം പഠിക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ എല്ലാം സംഭവങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ലോവസ്റ്റ് പവർ ആൻഡ് ഫാസ്റ്റസ്റ്റ് ഓപ്പറേഷൻ എന്നുള്ളത് ഷോർട്ട് കീ ഉണ്ട്, ഇവിടെ ലോ പവർ ഷോർട്ട് കീ ഉണ്ട്. ഏതാണ് ആൻസർ? ലോ പവർ ഷോർട്ട് കീ TTL ആണ് കേട്ടോ. ലോവസ്റ്റ് പവറും ഫാസ്റ്റസ്റ്റ് ഇൻ ഓപ്പറേഷനും ലോ പവർ ഷോർട്ട് കീ TTL ആണ്. ഓപ്ഷൻ ഡി ആണ്. Next, in a JK flip-flop, when J is equal to 1 and K is equal to 1, then it will be considered as, ഇത് നമുക്ക് സ്ഥിരമായിട്ട് അറിയാവുന്നതുമാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതുമാണ്. നമുക്കറിയാം J is equal to 1 ഉം K is equal to 1 ഉം ആണെങ്കിൽ ആ കണ്ടീഷനെ നമ്മൾ ടോഗിൾ കണ്ടീഷൻ ആണ് പറയുന്നത് നമുക്കറിയാം. ബട്ട് എന്താണെന്ന് അറിയത്തില്ല. PSCയുടെ ആൻസർ നോ ചേഞ്ച് എന്നായിരുന്നു. പക്ഷെ നമുക്കറിയാവുന്ന കാര്യമാണ് ഇതാണ് ടോഗിൾ കണ്ടീഷൻ എന്നുള്ളത്. സോ ഇത് ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. സോ 75. Which of the following memories uses one transistor and one capacitor as a basic memory unit? അതേതാണ്? DRAM ആണ് അല്ലേ? DRAM ആണ്, ഡൈനാമിക് റാം ആണ്. 1 ട്രാൻസിസ്റ്റർ ആൻഡ് 1 കപ്പാസിറ്റർ ബേസിക് മെമ്മറി യൂണിറ്റ് ആയിട്ടുള്ളത് DRAMലാണ്. ഓപ്ഷൻ എ ആണ്. 76. ഇത് തന്നെ നോക്കാം, ടെലിവിഷനകത്തൊന്നും വന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്ത് നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? 10 മാർക്കിനാണ് ആ മൊഡ്യൂള്. പക്ഷേ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 4-5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. അത് സിലബസിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. യെസ്. ഇൻ ദ വീഡിയോകോൺ ക്യാമറ 2, ദ മെറ്റീരിയൽ വിച്ച് ഈസ് കോട്ടഡ് ഓൺ ദ വെരി തിൻ മെറ്റാലിക് ഫിലിം കാൾഡ് സിഗ്നൽ പ്ലേറ്റ് ഈസ് ഓഫ് ഡാഷ് നേച്ചർ. എങ്ങനെയായിരിക്കും? ഫോട്ടോ റെസിസ്റ്റീവ്, ഫോട്ടോ കണ്ടക്റ്റീവ്, ഫോട്ടോ അക്കോസ്റ്റിക്, ഫോട്ടോ ട്രാൻസിറ്റീവ്. നമുക്ക് ഊഹിച്ച് തന്നെ പറയാൻ പറ്റും എങ്ങനെയായിരിക്കും. ഫോട്ടോ കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആയിരിക്കും. യെസ്, ഫോട്ടോ കണ്ടക്റ്റീവ് ആണ് ഇവിടെ ആൻസർ. ദെൻ ദ എക്സാമ്പിൾ ഫോർ ഓഡിയോ ഫയൽ ഫോർമാറ്റ്. ഓഡിയോ ഫയൽ ഫോർമാറ്റിന്റെ എക്സാമ്പിൾ ആണ് ടിഫ്, ജെപെഗ്, ജിഫ്, എംപെഗ്. ഇതിലേതാണ്? ജെപെഗ്, ജിഫും ഒക്കെ നമുക്കറിയാം. എംപെഗ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, എംപെഗ്. 78. The woofer system. ഇത് കണ്ടോ, നമ്മുടെ സിലബസിൽ ഉള്ളതല്ല ഇത്. The woofer system that is used only in the lower part of the audio spectrum. എന്താണ് അതിനെ പറയുന്നത്? വൂഫർ സിസ്റ്റം, ട്വീറ്റർ സിസ്റ്റം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹൈ ലെവൽ ഓഡിയോ സിസ്റ്റം ഒക്കെ അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ഓഡിയോ സിസ്റ്റം ആണ് ട്വീറ്റർ എന്ന് പറയും, ട്വീറ്റർ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹൈ ആംപ്ലിറ്റ്യൂഡാണ് വൂഫർ എന്ന് പറയുന്നത്. ലോ ഫ്രീക്വൻസി ഹൈ ആംപ്ലിറ്റ്യൂഡാണ് വൂഫർ സിസ്റ്റം എന്ന് പറയുന്നത്. സോ വൂഫർ സിസ്റ്റത്തിൽ ലോവർ പാർട്ട് ഓഫ് ഓഡിയോ സ്പെക്ട്രം എന്ന് പറയുന്നത് സബ് വൂഫർ എന്നാണ്. സബ് വൂഫർ നമ്മുടെ സിലബസിലുള്ള പാർട്ടല്ലിത്. നെക്സ്റ്റ് 79. ഇൻ എ DVD റെക്കോർഡിംഗ് ആൻഡ് പ്ലേബാക്ക് ഈസ് ഡൺ ബൈ. DVD റെക്കോർഡിങ്ങും പ്ലേബാക്കും ഒക്കെ എങ്ങനെയാണ്? ലേസർ ബീം ഫോർ ബോത്ത് റെക്കോർഡിംഗ്. റെക്കോർഡിങ്ങിനും പ്ലേബാക്കിനും നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ലേസർ ബീമാണ്. ലേസർ ബീമാണ് യൂസ് ചെയ്യുന്നത്. 80. ഇൻ TV ട്രാൻസ്മിഷൻ. ഇവിടെ നോക്കൂ, ഈ ക്വസ്റ്റ്യനും കൺഫ്യൂസിംഗ് ആണ്. ഇൻ TV ട്രാൻസ്മിഷൻ, സെപ്പറേഷൻ ഓഫ് സിങ്ക് പൾസസ് ഫ്രം ദ കോമ്പോസിറ്റ് വീഡിയോ വേവ് ഫോം ഈസ് ഡൺ ബൈ. എങ്ങനെയാണെന്നാണ്. അപ്പോൾ ശരിക്കും TV ട്രാൻസ്മിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിലായിരിക്കും, ആ ട്രാൻസ്മിഷൻ സിസ്റ്റം ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്തായാലും സിങ്ക് പൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് റിസീവർ പാർട്ടിലാണ്, നമുക്കറിയാം. അത് ക്വസ്റ്റ്യനകത്ത് എന്തെങ്കിലും പെശാണെന്ന് അറിയത്തില്ല. അതോ മൊത്തത്തിൽ TV ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണോ എന്ന് അറിയത്തില്ല. ട്രാൻസ്മിറ്ററിനല്ലല്ലോ, ഓക്കെ, അത് പോട്ടെങ്കിൽ. ഇൻ TV ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ TVയുടെ റിസീവർ സെക്ഷനിൽ സിങ്ക് പൾസസ് സെപ്പറേറ്റ് ചെയ്യുന്നത് കോമ്പോസിറ്റ് വീഡിയോ വേവ് ഫോമിൻ്റെ കൂട്ടത്തിലാണ്. നമ്മൾ സിങ്ക് പൾസസ്, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ സിങ്ക് പൾസസ്, ബ്ലാങ്കിങ് പൾസസ് ഒക്കെ ഉണ്ടല്ലോ. സോ നമ്മൾ റിസീവർ സെക്ഷനിൽ അത് സെപ്പറേറ്റ് ചെയ്യുന്നത് ശരിക്കും എങ്ങനെയാണ്? സിങ്ക് സെപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് അല്ലേ? സിങ്ക് സെപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ സിങ്ക് സെപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു ക്ലിപ്പറാണ്. സോ അതുകൊണ്ട് ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. PSC അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, ക്ലിപ്പർ സർക്യൂട്ടാണ്. സോ അടുത്തത് ദ മോഡുലേഷൻ പ്രോസസ് ഇൻ വിച്ച് കാരിയർ വേവ് ഈസ് കണ്ടിന്യൂസ് ഇൻ നേച്ചർ. ഇവിടെ നോക്കി, ഇവിടെ PSCയുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. പക്ഷേ നോക്കിക്കേ, പൾസ് മോഡുലേഷൻ വരില്ലേ? പൾസ് മോഡുലേഷനകത്തും കാരിയർ വേവ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ലേ? ഓപ്ഷൻ എ വരാമല്ലോ. പൾസ് കോഡ് മോഡുലേഷൻ വരത്തില്ല. ഓക്കെ, കാരണം ഈ അനലോഗ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? അത് കണ്ടിന്യൂസും ഉണ്ട്, പൾസും ഉണ്ട് അല്ലേ? അപ്പോൾ ഈ പൾസ് മോഡുലേഷൻ നമ്മൾക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള PPM ആയാലും ശരി, PWM ആയാലും ശരി, അവിടെയെല്ലാം കാരിയർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് തന്നെയല്ലേ? പൾസ് തന്നെയല്ലേ? സോ പൾസ് മോഡുലേഷനും വേണമെങ്കിൽ പറയാം അല്ലേ? അല്ലെങ്കിൽ കറക്റ്റായിട്ട് അനലോഗ് ഇവിടെ തന്നിട്ടുണ്ട്. അനലോഗിനകത്ത് കണ്ടിന്യൂസും പൾസും ഉള്ളത് കൊണ്ട്
ആയിരിക്കാം, അനലോഗ് എന്നാണ്. പക്ഷേ ഇച്ചിരി കൺഫ്യൂസിങ് ആണ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ. പക്ഷെ പി എസ് സിയുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. മാറ്റുമോ എന്നറിയില്ല, ക്യാൻസൽ ചെയ്യുമോ എന്നറിയില്ല. So in amplitude modulation radio broadcast in amplitude modulation radio broadcast the maximum modulating signal frequency used is നമുക്കറിയാം AM-നകത്ത് യൂസ് ചെയ്യുന്ന മാക്സിമം മോഡുലേറ്റിംഗ് സിഗ്നൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റിന് യൂസ് ചെയ്യുന്നത് 5 kHz ആണ്. 5 kHz ആണ് നമ്മൾ പഠിച്ചതാണ്. Next, the circuit which is used in FM receiver to remove noise present in the peak of received signal. Received signalന്റെ പീക്കിൽ നമുക്ക് നോയ്സ് ഉണ്ടെങ്കിൽ അതിനെ കളയുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ ആണ്. ആക്ച്വലി ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ എന്ന് പറയുന്നത് ഒരു ക്ലിപ്പർ സർക്യൂട്ട് ആണ്. അപ്പോൾ ഇവിടെ ക്ലിപ്പറും ഉണ്ട് ലിമിറ്ററും ഉണ്ട്. ഡയറക്റ്റ് പറയുകയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ അല്ലെങ്കിൽ ലിമിറ്റർ സർക്യൂട്ട് ആണ് നോയ്സ് പ്രസൻറ്റ് ചെയ്യുന്നതിനെ കട്ട് ചെയ്യും. പക്ഷെ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ലിപ്പ് ചെയ്യുക. സോ അതൊരു ക്ലിപ്പർ സർക്യൂട്ട് ആണ്. സോ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ സി ആണ് PSC പ്രൊഫഷണൽ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഒന്നൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റല്ലെന്ന് തോന്നിപ്പോകുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ധാരാളം ഉണ്ടായിരുന്നില്ലേ ഇവിടെ. അതൊരു നമുക്കൊരു കൺഫ്യൂസിങ് ആയിരുന്നു. ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് തെർമൽ നോയ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഗോസിയൻ ആണ് അല്ലേ, ഗോസിയൻ ആണ്. Then ultra high frequency range frequencies normally propagate by means of ultra high frequency. എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? 85th ക്വസ്റ്റ്യൻ സ്പേസ് വേവ് ആണ് അല്ലേ, സ്പേസ് വേവ് ആണ്. സ്കൈയും ഗ്രൗണ്ടും എല്ലാം ഹൈ ഫ്രീക്വൻസി അങ്ങനെ പോകും അല്ലേ. അൾട്രാ ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നതാണ് സ്പേസ് വേവ്. അതായത് എന്താണ്? ലൈൻ ഓഫ് സൈറ്റ് വേവ് ആണ് അല്ലേ, ലൈൻ ഓഫ് സൈറ്റ് വേവ് ആണ് അൾട്രാ ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലേ, സ്പേസ് ആണ്. Then 86th question, for tracking of satellites. കമ്മ്യൂണിക്കേഷൻ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നും നമുക്ക് കമ്മ്യൂണിക്കേഷൻ 2 മൊഡ്യൂൾസ് ആയിട്ടാണല്ലോ, അതുകൊണ്ടായിരിക്കണം. For tracking of satellites at very high frequency helical antennas are used due to. കാര്യം എന്താണ്? For tracking of satellites at very high frequency helical antennas are used. അതിന് കാരണം എന്ന് പറയുന്നത്, ഹെലിക്കൽ ആൻറ്റന എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു കൊയാക്സിയൽ കേബിൾ ഉണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് ഹെലിക്കൽ സെക്ഷൻ കൂടെ ചേർന്നിട്ടാണ് ഹെലിക്കൽ ആൻറ്റന എന്ന് പറയുന്നത്. ഇവിടെ ഇതിന് മാഗ്നറ്റോ ഇലക്ട്രിക് പ്രോപ്പർട്ടിയാണ് ഹെലിക്കൽ ആൻറ്റനയ്ക്ക് അല്ലെങ്കിൽ ഹെലിക്സിനുള്ളത് അല്ലേ. അതായത് ഇത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സർക്കുലർ പോളറൈസ്ഡ് ലൈറ്റിനെ ഡിഫറെൻറ്റ് വെലോസിറ്റിയിൽ ഇത് ട്രാവൽ ചെയ്യും. ഇതെന്ന് പറയുന്നതാണ് എന്ത്? ഫാരഡേസ് ലോയ്ക്കാണ് ഇത് ലീഡ്സ് ചെയ്യുന്നത്. ഫാരഡേസ് എഫക്റ്റ് ആണ്. സോ ട്രാക്കിംഗ് ഓഫ് സാറ്റലൈറ്റ്സ് അറ്റ് വെരി ഹൈ ഫ്രീക്വൻസി ഹെലിക്കൽ ആൻറ്റനാസ് യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അത് ഫാരഡേസ് എഫക്റ്റ് ആണ്. യെസ്, ഓപ്ഷൻ ഡി ആണ്. 87 QPSK ക്വാഡ്രേച്ചർ PSKയിൽ മോഡുലേഷൻ സ്കീം വെയർ ഈച്ച് സിമ്പിൾ കൺസിസ്റ്റ് ഓഫ്, അതായത് m നമ്പർ ഓഫ് ബിറ്റ്സ് ആണല്ലോ ഉള്ളത്. അതായത് m എന്ന് പറയുന്നത് QPSK ആണ്. QPSKയിൽ m എന്ന് പറയുന്നത് 2n ആണ്. ക്വാഡ്രേച്ചർ PSK മോഡുലേഷനിൽ m എന്ന് പറയുന്നത് 4 ആണ്. 4 വരാൻ എന്ത് ചെയ്യണം? 2 ആയിരിക്കണം. സോ n എന്ന് പറയുന്നത് 2 ആണ്. ദാറ്റ് മീൻസ് ഓരോ സിമ്പലിനകത്തും എത്ര ബിറ്റ്സ് ഉണ്ട്? 2 ബിറ്റ്സ് ഉണ്ട് അല്ലേ. 2 ബിറ്റ്സ് ആണ് ഓരോന്നിനകത്തും ഉള്ളത്. യെസ്, m എന്ന് പറയുന്ന അല്ല നമ്പർ ഓഫ് ബിറ്റ്സ്. m എന്ന് പറയുന്നത് (2n) ആണ്. യെസ്, ഇപ്പോൾ QPSKയിൽ m (2n). n എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് ബിറ്റ്സ്. സോ ഇവിടെ 4 ആണുള്ളത് m എന്ന് പറയുന്നത് QPSKയിൽ. സോ n (2 ബിറ്റ്സ്) എന്നുള്ളതാണ് ആൻസർ. 88 നോക്കാം. 88 the method used for demodulating FM wave. FM wave demodulate ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ഫേസ് ഡിസ്ക്രിമിനേഷൻ. ഇത് ABCD ആണ്, ഓപ്ഷൻ ഡി ഫേസ് ഡിസ്ക്രിമിനേഷൻ. ഓക്കെ. In a linear broadside antenna array with half wavelength spacing, the directivity is equal to എന്താണ്? In a linear broadside antenna array, ഡയറക്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റിവിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഡയറക്റ്റിവിറ്റി is equal to 2 × n × d by lambda. ഇപ്പോൾ d എന്ന് പറയുന്നത് സ്പേസിംഗ് ഡിസ്റ്റൻസ് ആണ് അല്ലേ, സ്പേസിംഗ് ഡിസ്റ്റൻസ് ആണ്. d എന്ന് പറയുന്നത് λ/2 ആണ്, വേവ് ലെങ്ത്തിന് ഈക്വൽ ആണ്. സോ നമ്മളത് മാറ്റി എഴുതുമ്പോൾ is equal to 2 × n × λ/2 ഡിവൈഡഡ് ബൈ ലാംഡ എന്നാവും. ഓക്കെ. സോ ഈ ലാംഡ കട്ടായി പോകും, 2 കട്ടായി പോകും. ഡയറക്റ്റിവിറ്റീസ് എന്ന് പറയുന്നത് is equal to n എന്ന് കിട്ടും. n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് പ്രസന്റ് ഇൻ ആൻ ആർ. സോ ആ ഇക്വേഷനകത്തുനിന്ന് ഡയറക്റ്റ് കിട്ടും. ഓപ്ഷൻ ഡി ആണ് നമ്പർ ഓഫ് എലമെന്റ്സ് പ്രസന്റ് ഇൻ ആൻ ആർ.
Which one of the following is, about the 19th question, which one of the following is the mode of propagation used in high frequency antennas? നമ്മൾ യൂസ് ചെയ്യുന്ന മോഡ് ഓഫ് പ്രൊപ്പഗേഷൻ ഏതാണെന്നാണ്. അയണോസ്ഫെറിക് ആണോ, ഗ്രൗണ്ട് വേവ് ആണോ, ട്രോപ്പോസ്ഫിയറിക് ആണോ, ഫ്രീ സ്പേസ് ആണോ? ഏതാണ്? ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ അയണോസ്ഫെറിക് ആണ്. ഓപ്ഷൻ എ. PAM സിഗ്നൽ ഇസ് ഡിറ്റക്റ്റഡ് യൂസിങ്, PAM സിഗ്നൽ ഡിറ്റക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? യെസ്, PAM സിഗ്നൽ ലോ പാസ് ഫിൽട്ടർ യൂസ് ചെയ്താണ് അല്ലേ. PAM സിഗ്നൽ ഡിറ്റക്ഷൻ ഓപ്ഷൻ എ ആണ് ഇവിടെയും, ലോ പാസ് ഫിൽട്ടർ. ദ ആന്റിന പാരാമീറ്റർ ബീം വിഡ്ത്ത് ഇൻഡിക്കേറ്റ്സ്. ആന്റിന പാരാമീറ്ററിന്റെ ബീം വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതിന്റെ ഡയറക്ടിവിറ്റിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആന്റിന പാരാമീറ്റർ ബീം വിഡ്ത്ത് ഇൻഡിക്കേറ്റ്സ് ഡയറക്ടിവിറ്റി. വാട്ട് ഈസ് ദ ഇംപിഡൻസ് ഓഫ് ദ ഫോൾഡഡ് ഡൈപോൾ ആന്റിന? ഫോൾഡഡ് ഡൈപോൾ ആന്റിനയുടെ ഇംപിഡൻസ് എത്രയാണെന്ന്. ഡൈപോൾ ആന്റിനയുടെ ഏകദേശം എത്ര വരും? ഏകദേശം 75 ഓം വരും അല്ലേ. ഫോൾഡഡ് ഡൈപോൾ എന്ന് പറയുമ്പോൾ അവിടെ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ടല്ലേ. സോ 4 × 75 എന്ന് പറയുമ്പോൾ എത്ര വരും? 300 ഓം ആണ് അല്ലേ. സോ വാട്ട് ഈസ് ദ ഇംപിഡൻസ് ഓഫ് ഫോൾഡഡ് ഡൈപോൾ ആന്റിന? 300 ഓം. ദ ചാർജ് കാരിയേഴ്സ് റാൻഡം ബിഹേവിയർ ഈസ് ദ റീസൺ ഫോർ ദ ജനറേഷൻ ഓഫ്. ചാർജ് കാരിയേഴ്സിന്റെ റാൻഡം ബിഹേവിയർ എന്ന് പറയുന്നത് എന്തിന്റെ ജനറേഷൻ ആണ്? ഷോർട്ട് നോയ്സ് ആണ്. ഷോർട്ട് നോയ്സ് ആണ്. ഇതൊക്കെ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇൻ ആൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ സർക്യൂട്ട് ദ എമിറ്റർ മോഡുലേറ്റർ ആംപ്ലിഫയർ ഓപ്പറേറ്റ്സ് ഇൻ. നമുക്കറിയാം എമിറ്റർ മോഡുലേറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ക്ലാസ് എ മോഡ് അല്ലെ, ക്ലാസ് എ അല്ലെങ്കിൽ ലോ ലെവൽ മോഡുലേഷൻ മോഡിലാണ് യൂസ് ചെയ്യുന്നത്. സോ ഇൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ സർക്യൂട്ട് എമിറ്റർ മോഡുലേറ്റർ ആംപ്ലിഫയർ ഓപ്പറേറ്റ്സ് ഇൻ ക്ലാസ് എ ആണ്, ക്ലാസ് എ. 96th question, number of 16-bit timers in 8051. 8051 രണ്ട് ടൈമേഴ്സ് ആണുള്ളത്. T1 T2 T2 രണ്ട് 16-bit ടൈമേഴ്സ് ആണുള്ളത്. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, an event that indicates the microcontroller that a device need its service. അല്ലെ, ഒരു മൈക്രോ കൺട്രോളറിനോട് ഇൻഡിക്കേറ്റ് ചെയ്യുകയാണ് ഒരു ഡിവൈസ് ഉണ്ട്, ആ ഡിവൈസിന് ഒരു സർവീസ് ആവശ്യമുണ്ടെന്ന് നമ്മുടെ മൈക്രോ കൺട്രോളറിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ആ ഈവെന്റിനെ പറയുന്ന പേരാണ് ഇൻട്രപ്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യാനുള്ള ഒരു ഇവന്റ് വരികയാണെങ്കിൽ ഇൻട്രപ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇൻട്രപ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്? മൈക്രോ കൺട്രോളർ ഇപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്ക് അവിടെ നിർത്തിയിട്ട് വരുന്ന അടുത്ത ഇൻട്രപ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഹാൻഡിൽ ചെയ്തതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യും പഴയ ഒറിജിനൽ പ്രോഗ്രാം. അങ്ങനെയല്ലേ ചെയ്യുന്നത്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് ആണ്. സോ ദ നമ്പർ ഓഫ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ഇൻ 8051. 8051 എത്ര സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ഉണ്ട്? നമ്മൾ ആർക്കിടെക്ചറൊക്കെ കണ്ടതാണ്. എത്ര എണ്ണം ഉണ്ട്? 21. ഓപ്ഷൻ എ. ഇൻ 8051 മൈക്രോ കൺട്രോളർ ഓൾ ദ ഇൻട്രപ്റ്റ്സ് ആർ എനേബിൾ. എല്ലാ ഇൻട്രപ്റ്റ്സും എനേബിൾ ചെയ്യണം അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യണം. അത് ഏത് ബിറ്റ് ഉപയോഗിച്ചിട്ടാണ്? എനേബിൾ ഓൾ, ഈ എ എന്ന് പറഞ്ഞിട്ട് ഒരു ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാ ബിറ്റ്സും എനേബിൾ ചെയ്യുന്നതും ഡിസേബിൾ ചെയ്യുന്നതും ഇൻട്രപ്റ്റ്സിൻ്റെ. യെസ്, ഈ എ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, when 8051 comes on then the address 0 × 00, അതായത് ഇനിഷ്യൽ അഡ്രസ് is loaded to which register? എപ്പോഴും നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡും ഇപ്പോൾ സ്റ്റാർട്ടിങ് എല്ലാം എവിടെ തന്നെ ആയിരിക്കും റീസെറ്റ് ചെയ്തതിന് ഓൺ ആയി കഴിയുമ്പോൾ ഓൺ ആകുമ്പോൾ കംസ് ഓൺ ദെൻ ദ അഡ്രസ് എവിടെയായിരിക്കും ലോഡ് ചെയ്യുന്നത്? രജിസ്റ്ററിലല്ല, സ്റ്റാക്ക് പോയിന്ററിലല്ല, PSWയിലല്ല. എവിടെയാണ്? പ്രോഗ്രാം കൗണ്ടറിൽ തന്നെയാണ്, PC ആണ്. അവിടെ കൺഫ്യൂഷൻ ഒന്നും വരേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ഡി ആണ്. അപ്പം ജനറലി നോക്കുകയാണെങ്കിൽ നമ്മുടെ മൈക്രോ കൺട്രോളറിൻ്റെ സെക്ഷനൊക്കെ എളുപ്പം തന്നെയായിരുന്നു അല്ലേ. പിന്നെ ചില കൺഫ്യൂസിങ് ഓപ്ഷൻസ് വരുമ്പോൾ ചില കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് വെച്ച് പറയുകയാണെങ്കിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഈസി വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ടഫാണ് അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിരുന്നു, അങ്ങനെയാണെങ്കിൽ പറയാം. കൺഫ്യൂസിങ് ആയിരുന്നു ഇവിടെ. അത്രത്തോളം പോകത്തില്ലെങ്കിലും എന്തായാലും കട്ട് ഓഫ് 50 എബോവ് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. കാരണം നമുക്ക് ധാരാളം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇതിനകത്ത് ചെയ്യാനുള്ളത്. പക്ഷെ മറ്റേ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസിനകത്ത് നെഗറ്റീവ് അടിച്ചിട്ട് നമ്മുടെ ഉള്ള മാർക്ക് പോയിട്ടുണ്ടെങ്കിലാണ് പ്രശ്നം വരുന്നത്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. ആൻസർ കീ നോക്കാം, നമുക്ക് ഒക്കെ കൊടുത്തിട്ട് എല്ലാം നോക്കാം നമുക്ക് ഫൈനലി എന്താവുമെന്ന്. ഓക്കെ, ശരി. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ മാർക്സൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. എത്രയൊക്കെ ആവും നോക്കൂ. അടുത്തതിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. താങ്ക് യു.